RDX ഇന്ന് സ്റ്റുഡിയോയ്ക്ക് പുറത്താണ്. RDXനെ സ്റ്റുഡിയോയ്ക്ക് പുറത്തേക്ക് ഇറക്കാൻ പാകത്തിന് വലുപ്പത്തിലുള്ള രാഷ്ട്രീയ സംഭവം നിലമ്പൂരിൽ സംഭവിക്കുന്നുണ്ട്. നിലമ്പൂരിലാണ് ഇന്ന് RDX ഇത് റിപ്പോർട്ട്സ് ഡിബേറ്റ്സ് എക്സ്ക്ലൂസീവ്സ് അതിലെ ഡിബേറ്റ് ആയിട്ടാണ് ആ രൂപത്തിലാണ് ഇന്ന് RDX ഇവിടെ നടക്കുക അല്ലേ ഹർഷ? അതെ തീർച്ചയായും. കാരണം ഇപ്പോൾ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനേക്കാൾ വാശിയാണ് നമ്മൾ നിലമ്പൂർ എത്തിക്കഴിഞ്ഞപ്പോൾ. സത്യത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ വാശി നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും വീറും വാശിയുമുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിലേക്ക് എന്തായാലും ഈ സമീപകാല ചരിത്രത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ നിലമ്പൂർ മാറി. അതെ, നമ്മളൊപ്പം അതിഥികൾ കൂടെയുണ്ട്. ഇന്നിപ്പോൾ ചർച്ചാ രൂപത്തിലാണ് CPM നേതാവ് ശ്രീ A റഹീം, മുസ്ലിം ലീഗ് നേതാവ് ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, ശ്രീ അബ്ബാസ് പനമരം, അദ്ദേഹം ഷൗക്കത്ത് പനമരം, അദ്ദേഹം TMC അൻവറിന്റെ പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തു. ഒരാൾ കൂടെ എത്തും. BJPയുടെ അനൂപ് ആന്റണി കൂടെ അപ്പുറത്തേക്ക് എത്തും. 4 പ്രധാനപ്പെട്ട പാർട്ടികൾ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുമ്പോൾ വിചാരിച്ചത് LDF UDF തമ്മിലൊരു നേർക്കുനേർ ഏറ്റുമുട്ടലായിരിക്കും. അതിനകത്ത് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് അൻവർ ഉണ്ടാകുമെന്നാണ് കരുതിയെങ്കിൽ സംഗതി ആകെ മാറി. എങ്ങനെയുണ്ട് ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി അവസാന ലാപ്പിലെത്തുമ്പോൾ പ്രചാരണം? ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് നിൽക്കുന്നത്. കാരണം വളരെ താഴെത്തട്ടിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് കെട്ടുറപ്പോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഇടതുമുന്നണി ഭരണത്തിൻ്റെ കഴിഞ്ഞ 9 വർഷത്തെ വൈകല്യങ്ങൾ ജനസമക്ഷം സമർപ്പിക്കാൻ ഞങ്ങൾക്കായിട്ടുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങളും ആ നയങ്ങൾക്ക് ചൂട്ടുപിടിക്കുന്ന വിധം കേരളത്തിൽ ഇടതുമുന്നണി സർക്കാർ എടുക്കുന്ന സമീപനങ്ങളും ജനങ്ങളോട് പറയാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ തവണ MLA ആയിരുന്ന സമയത്ത് അതിന് മുൻ വർഷങ്ങളിൽ തുടക്കം കുറിച്ച പല വികസന പദ്ധതികളും ഈ നാടിൻ്റെ സ്പന്ദനങ്ങളായിരുന്നു. അവയൊന്നും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. ഇതൊക്കെ ജനങ്ങളോട് പറയുകയും അതിനനുകൂലമായ ഒരു നിലപാട് രൂപപ്പെട്ടു വരികയും ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ഞങ്ങളുടെ കുടുംബയോഗങ്ങളിലും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി പര്യടനത്തിലുമൊക്കെ പ്രകടമാകുന്ന വർദ്ധിതമായ സ്ത്രീജനങ്ങളടക്കമുള്ള ആളുകളുടെ പങ്കാളിത്തം ഒരു വലിയ ഭൂരിപക്ഷം നേടിയെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് പ്രിയങ്ക ഗാന്ധി നേടിയ ഭൂരിപക്ഷത്തിനോടൊപ്പം എത്താൻ കഴിയണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിപ്പോൾ വളരെ വലിയ ഭൂരിപക്ഷമാണ് പ്രിയങ്ക ഗാന്ധി നേടിയ ഭൂരിപക്ഷം നേടുന്ന പറയുന്നത്. അത് മാത്രമല്ല ഇവരെല്ലാവരും പറയുന്നത് സൈലൻ്റ് ആയിട്ട് എല്ലാവരും വളരെ ആത്മവിശ്വാസം കാണിക്കുമ്പോൾ UDF നേതാക്കളെല്ലാം പറയുന്നത് ഈ ഭരണവിരുദ്ധ വികാരമായിരിക്കും ആത്യന്തികമായിട്ട് ഗ്രൗണ്ടിൽ ഈ കാര്യത്തെ നിർണ്ണയിക്കുക എന്നാണ്. എന്താ തോന്നുന്നത്? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നടന്ന വട്ടിയൂർക്കാവ് കോന്നി അരൂര് ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളുണ്ടായിരുന്നു. ആ സമയത്തും ഇവർ ഭരണവിരുദ്ധ വികാരം ഞങ്ങളെ തുണയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവരാണ്. സ്വാഭാവികമായും പ്രതിപക്ഷത്തിരിക്കുന്നവർ ഭരണവിരുദ്ധ വികാരത്തെ എക്സ്പെക്റ്റ് ചെയ്യുകയും അത് പ്രചരിപ്പിക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യും. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭരണത്തിലും അതിൻ്റെ നേട്ടങ്ങളിലും ക്ഷേമം ഞങ്ങൾ നടപ്പിലാക്കുന്ന പ്രവർത്തനം ഞങ്ങളുടെ ഗവേണൻസിലാണ് ഞങ്ങളുടെ വിശ്വാസം. അത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നത് AKG സെൻറ്ററിൽ വെച്ചാണ്. അവിടെ വെച്ച് സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ സ്ഥാനാർത്ഥി തന്നെ ഇത് ഭരണം, ആ ഭരണത്തിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളോട് പറയാനുള്ള അവസരം, ഞങ്ങളുടെ വിജയത്തിൻ്റെ ഞങ്ങൾ തന്നെ ആത്മവിശ്വാസത്തോടെ ഞങ്ങളത് പൈലറ്റ് ചെയ്യണം. അതുകൊണ്ട് തീർച്ചയായും ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ നേതൃത്വത്തിലുള്ള ഇദ്ദേഹം പറഞ്ഞ ആ പ്രതീക്ഷകൾ ഞങ്ങൾക്കും പ്രതീക്ഷ നൽകുന്നു. കാരണം അവരത് ഡിബേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒറ്റ കാര്യം, ഇടതുമുന്നണിയുടെ സിറ്റിംഗ് മണ്ഡലമായിരുന്നു. അപ്പോൾ മറ്റു ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉണ്ടായാൽ അത് കൃത്യം ഭരണത്തിന്റെ വിലയിരുത്തലായി തന്നെ കണക്കാക്കപ്പെടും. അതിനെന്താന്നേ, അങ്ങനെ ഭീഷണിയുടെ ആവശ്യമില്ല. ഞങ്ങൾ തന്നെ അത് പറയല്ലേ, ഞങ്ങൾ തന്നെ അത് പറയുന്നു. ഞങ്ങളുടെ ആത്മവിശ്വാസം അതിലാണ്. ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താ, കാര്യം എന്താണ്, ജനങ്ങൾക്ക് വളരെ വിസിബിൾ ആണല്ലോ. ഇവിടെ ജനിച്ചു വളർന്നവരാണല്ലോ ഇവർ. ഇതുപോലൊരു ഹൈവേ ഇവിടെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇതുപോലെ ബൈപ്പാസിന്റെ കാര്യം പരാതിയായി പറയാം. തീർച്ചയായിട്ടും അതിലേക്ക് വരാം. ഇപ്പം ബൈപ്പാസ് തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരാം. ബൈപ്പാസ് മാത്രമല്ല, കോളേജുമുണ്ട്. ഞാനത് രണ്ടും പറയാം. ഇവിടെ കാണേണ്ടത് ഈ മണ്ഡലത്തിൻ്റെ ഏത് കോണിൽ വേണമെങ്കിലും നിങ്ങൾ പൊയ്ക്കോളൂ. ഇത്രയേറെ മിനുസമുള്ള റോഡുകൾ, നമ്മുടെ എയർപോർട്ടിൻ്റെ റൺവേയെ പരാജയപ്പെടുത്താൻ കഴിയുന്ന റോഡുകളാണ് ഈ മണ്ഡലത്തിൽ. ഇത് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലുമുള്ള കാഴ്ചയാണ്, ഈ മണ്ഡലത്തിലെ മാത്രമല്ല. ഇതിൽ കാണേണ്ടത് ഒരു മലയോര ഗ്രാമമായ മണ്ഡലത്തിൽ പോലും അങ്ങനെയാണ് കാണുന്നത്. നമ്പർ 1. നമ്പർ 2, ബൈപ്പാസിൻ്റെ കാര്യം പറഞ്ഞതാണ്. ബൈപ്പാസ് തീർച്ചയായും എങ്ങനെയാണ് ഈ ബൈപ്പാസിൻ്റെ ഫണ്ട്, എങ്ങനെയാണ് ഈ റോഡിൻ്റെ ഫണ്ട്, ബൈപ്പാസ് വരുമ്പോൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട.
നല്ല പണം കൊടുത്ത് അവർ മുഴുവൻ പേരുടെയും ഭൂമി ഏറ്റെടുക്കുകയും ചെയ്യും. കോളേജും ഉടനെ തന്നെ വരും. അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടന്നുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കണം അമരമ്പലത്ത്. ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ഇത്രയും ഈ പഞ്ചായത്തിലെ ഈ മണ്ഡലത്തിലെ സ്കൂളുകൾ നോക്കൂ, ആശുപത്രി നോക്കൂ, എങ്ങനെയാണ് ഈ കെട്ടിടം, എങ്ങനെയാണ് പണം? കിഫ്ബിയിലൂടെയാണ്. ഈ കിഫ്ബി ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ എന്തായിരുന്നു ശ്രീ വി ഡി സതീശൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്? ഇത് നടക്കാത്ത കാര്യമാണ്, ഇതൊരു ആകാശ കുസുമം എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാചകം. ആ ആകാശ കുസുമം ഉപയോഗിച്ച് പണിത റോഡിലൂടെയാണ് ശ്രീ വി ഡി സതീശൻ ഇപ്പോൾ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് തേടി നടക്കുന്നത്. ഇതൊക്കെ പണ്ടെന്നോ പറഞ്ഞ് പിന്നെന്നോ നടന്ന കാര്യമല്ല, നമ്മുടെ സമയത്ത് പറയുകയും ഉടൻ തന്നെ നടക്കുകയും ചെയ്തു എന്നുള്ളതാണ്. വികസനത്തിൻ്റെ വേഗം ജനങ്ങൾക്ക് ബോധ്യമാണ്. ഈ മണ്ഡലത്തിൽ മാത്രം 43,000 പെൻഷൻകാർ, ഇവരുടെ ഭാഷയിൽ കൈക്കൂലിക്കാരുണ്ട്. ആ കൈക്കൂലി വാങ്ങുന്ന ഇൻവെർട്ടഡ് ഗോമ കൈക്കൂലി വാങ്ങുന്ന 43,000 പേർ, ഇവർ അപമാനിച്ച 43,000 പേർ, ആ 43,000 മനുഷ്യർക്ക് ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ എല്ലാ മാസവും ഇവിടെ പണം കൊടുക്കുകയാണ്. 2, ഞാനിപ്പോൾ ഇവിടെ പരിപാടിക്ക് വരുന്നത് അമരമ്പലം എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിൽ നിന്നാണ്. ആ പഞ്ചായത്തിൽ മാത്രം 1000 വീടുകളാണ് ലൈഫിൽ പൂർത്തിയാക്കിയത്. ഞാൻ അമരമ്പലത്തിൽ നിന്നാണ് വരുന്നത് ഇങ്ങോട്ട്. 1000 വീട് പൂർത്തിയാക്കി. LDFിൻ്റെ പഞ്ചായത്താണ്. ഇങ്ങനെ ലൈഫിൽ വീട് കിട്ടിയ ഞാൻ ഇന്നലെ ഇടയ്ക്കൽ പറഞ്ഞാല് ശ്രീ അബ്ദുറഹ്മാൻ എല്ലാ വികസന നേട്ടം പറഞ്ഞാൽ നമ്മുടെ സമയം കുറയില്ല. ഇനി അടുത്ത അല്ല വികസനം പറഞ്ഞോണ്ടാ അല്ല ഞാൻ ഗവർണൻസ് അല്ല അദ്ദേഹവും രണ്ടത്താണി പറഞ്ഞ കാര്യത്തെ ഞാൻ സ്വാഗതം ചെയ്യാണ്. ഞങ്ങളുടെ ആന്റി പെൻഷൻ 20-ാം തീയതി കൊടുക്കുന്ന അടുത്ത അല്ല അത് കൈക്കൂലി എന്നല്ലേ അവർ പറയുന്നത്. അവർ പെൻഷൻ എന്ന് എന്നെ ചൂണ്ടി ചോദിക്കണം. അതെ, പെൻഷൻ എന്ന് എന്നെ ചൂണ്ടി ചോദിക്കണം. അവിടെ ചൂണ്ടി ചോദിക്കുമ്പോൾ പറയാനുള്ള സ്വാതന്ത്ര്യം നൽകുകയാണ്. ഒരുപാട് കാര്യങ്ങളോട് പറഞ്ഞു. കാരണം ഉപതെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പല്ലല്ലോ. ഇപ്പൊ തൊട്ടടുത്താണല്ലോ 3 ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞത്. ഒന്ന് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് പുതുപ്പള്ളി കഴിഞ്ഞു, പാലക്കാട് കഴിഞ്ഞു. ചേലക്കരയിൽ ഇടതുമുന്നണിയുടെ ഭൂരിപക്ഷം ഗണ്യമായി കുറഞ്ഞു. ഈ യാഥാർത്ഥ്യമൊക്കെ കാണുന്നവരാണ് കേരളത്തിലെ. ഇതിപ്പോ UDFന് വലിയ അല്ല ഞാൻ പറയട്ടെ, ഇതിപ്പോ പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ കാണുന്നവരാണ്. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം എന്താണെന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാം. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞ വികസന പദ്ധതികൾ 9 വർഷമായി ഇവിടെ കോളേജ് അനുവദിച്ചിട്ട്, താനൂരിലൊരു ഗവൺമെൻറ് കോളേജ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിയമസഭയിലായി അവതരിപ്പിച്ചൊരു സബ്മിഷന് മറുപടിയായാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കോളേജുകൾ എല്ലായിടത്തും കൊടുക്കാൻ തീരുമാനിച്ചത്. അന്ന് കൊടുത്തതാണ്. ഇന്ന് 9 വർഷമായിട്ട് ഇതുവരെ സ്വന്തമായൊരു കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതോടൊപ്പം കൊടുത്ത എല്ലാ ഗവൺമെൻറ് കോളേജുകൾക്കും കെട്ടിടമായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ബൈപ്പാസ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ നാടിൻ്റെ ഒരു വികാരമാണ്. ഇന്നലെ ഞാൻ ചന്തക്കുന്നിൽ നിന്ന് ഈ നഗരത്തിലേക്ക് പോകാൻ 2.5 മണിക്കൂറാണ് എടുത്തത്. 1 കിലോമീറ്റർ യാത്ര ചെയ്യാൻ, 1 കിലോമീറ്റർ യാത്ര ചെയ്യാൻ. അത് നിങ്ങൾ നേതാക്കന്മാർ ഇവിടെ മുഴുവൻ തമ്പടിക്കണം. അതുകൊണ്ടാണ് ആയിരിക്കാം എല്ലാം ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് ഞങ്ങളുടെ സ്ഥിരം അനുഭവമാണ് ഇതാണ്. ഏതായാലും ആ ഒരു ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വല്ലാത്തൊരു ദുരവസ്ഥ തന്നെയാണ്. ഭരണത്തിലിരിക്കുന്ന ആൾ വരുന്നില്ല, ഞാൻ ഇടപെടുന്നില്ല. ഇവിടെ KSRTCയുടെ അപ്പോൾ ഇത്രയും കാലം ഈ 9 കൊല്ലം നിങ്ങൾ ഭരിച്ചിട്ടില്ല എന്നാണോ പറയുന്നത്? 9 കൊല്ലം കേരളം ഭരിച്ചതായി അല്ല എന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ബാക്കി വന്നതൊക്കെ ഇവിടുത്തെ KSRTCയുടെ ഒരു ഇന്റർ സ്റ്റേറ്റ് KSRTC സ്റ്റേഷനാക്കാനാണ് തീരുമാനിച്ചത്. കാരണം എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഇവിടെ നിന്നാണ് ബസ്സുകൾ പോകുന്നത്. അതിന് കെട്ടിട പണി പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ ഔദ്യോഗികമായ നടപടികൾ പൂർത്തിയാക്കി അത് പൂർത്തീകരിക്കുക എന്നുള്ളത് ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. ഞാൻ പറയുന്നത് അത്തരം വികസന പ്രവർത്തനങ്ങളോടൊന്നും ശരിയായ സമീപനമല്ല ഉണ്ടായിട്ടുള്ളത്. അതിനപ്പുറം മറ്റൊരു കാര്യം, ഇന്നലെയും മിനിഞ്ഞാന്ന് വന്ന 2-3 വിഷയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെന്ന് അറിയില്ല. നമ്മുടെ ഈ ബധിരരും മൂകരുമായ കുട്ടികൾക്ക് സംസാരശേഷി തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതി നടപ്പാക്കുന്ന ഒരു പദ്ധതി അന്ന് ഉമ്മൻചാണ്ടി തുടക്കം കുറിച്ചിരുന്നു. ശ്രുതി തരംഗം എന്ന പദ്ധതി. ആ പദ്ധതി നിർത്തിയിരിക്കുന്നു. മിനിഞ്ഞാന്നത്തെ പത്രവാർത്തയാണ്, ദൂരെ ഒന്നും പോകണ്ട. പാവപ്പെട്ട എത്രയോ കുട്ടികളെ ബാധിക്കുന്ന വിഷയമാണ്. പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു സർജറി നടത്താൻ കേരളത്തിൽ ആശ്രയിക്കുന്ന എവിടെയാണ്? അല്ല, അപ്പൊ അത് പറയുമ്പോൾ 1-2 കാര്യങ്ങളിലേക്ക് വരാനുണ്ട്. പോയിട്ട് നമുക്ക് ഒന്ന് അപ്പുറത്ത് പോയിട്ട് ശ്രീ ഷൗക്കത്ത്, ഇവിടെ ഈ അൻവർ ഉണ്ടാക്കിയിട്ടൊരു തെരഞ്ഞെടുപ്പാണിത്. യഥാർത്ഥത്തിൽ അൻവറിന് പിണറായി വിജയനോടും റഹീമിൻ്റെ പാർട്ടിയോടും ശത്രുത ഉണ്ടായിരുന്നെങ്കിൽ അപ്പുറത്ത് നിന്ന് മത്സരിച്ചാൽ മതി. പക്ഷേ അതല്ല ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള നേർക്കുനേർ ഫൈറ്റായി മാറിയ സ്ഥിതിക്ക് PV അൻവർ എന്തിനു വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്? ഇവരിൽ ആരെ തോൽപ്പിക്കാനായിട്ടാണ് മത്സരിക്കുന്നത്? ആര് ജയിക്കണമെന്നായിരിക്കും അദ്ദേഹം ഏതായാലും ജയിക്കാൻ പോകുന്നില്ല എന്നാണ് നാട്ടുകാരെല്ലാം പറയുന്നത്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ആര് ജയിക്കുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത്?
നാട്ടുകാരങ്ങനെ പറയുന്നു തോന്നുന്നില്ല. കാരണം ഈ ഇലക്ഷൻ ഉണ്ടായ സാഹചര്യം നമുക്കൊക്കെ അറിയാം. അതിനുശേഷം ഉണ്ടായ സംഭവം ജയിക്കുന്ന വിചാരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും അൻവറിന് ജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ജയപരാജയം നിർണ്ണയിക്കും അൻവർ എന്നാണോ? ഞങ്ങൾ വിജയത്തിലേക്ക് തന്നെയാണ്. കാരണം അതിനുള്ള സാഹചര്യം നിലമ്പൂർ മണ്ഡലത്തിലുണ്ട്. ഇപ്പം തന്നെ ഈ ചർച്ചയിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വികസന പ്രവർത്തനങ്ങൾ ഇതെക്കാലത്തും ഭരണവിരുദ്ധ വികാരം ഉണ്ടാവും. അതുപോലെ തന്നെ പഴയ കാര്യങ്ങൾ, പെൻഷൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെയാണെന്ന്. പക്ഷേ ഇപ്പോഴും നിലമ്പൂർ ചർച്ച ചെയ്യുന്നത് PV അൻവർ ഉയർത്തിവിട്ട രാഷ്ട്രീയം തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. ആ രാഷ്ട്രീയത്തിലേക്ക് ഇവർ പോകണില്ല. രണ്ട് മുന്നണികളും പോകുന്നില്ല. പെട്ടിയുടെ പുറകെ, ജമാഅത്തെ ഇസ്ലാമിയുടെ പുറകെ, PDPയുടെ പുറകെ. അതിൽ നിന്ന് മാറുകയാണ് ജനങ്ങൾ. ജനങ്ങൾ ഇവിടെ മലയോര ജനതയുടെ വിഷയങ്ങളുണ്ട്. വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് ഈ നിലമ്പൂർ മണ്ഡലം അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. വന്യമൃഗശല്യത്തിലൂടെ ഓരോ ദിവസവും ആളുകളും മരണപ്പെടുന്നു. തീർച്ചയായിട്ടും അതിനെതിരെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണല്ലോ ഈ രാജിയും ഈ തെരഞ്ഞെടുപ്പും. ഇപ്പൊ ഇത് ചർച്ചാ വിഷയമായത് ആ രാജിയിലൂടെയാണ്. അതാണ് ഏറ്റവും വലിയ പ്രസക്തം. അൻവറിന്റെ ഒരു രാജിയിലൂടെ ഇവിടെയുള്ള വികസനങ്ങൾ പോരായ്മ ഉണ്ടെങ്കിൽ അത് ചർച്ചയാവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നാട്ടിലെ വിഷയങ്ങൾ, മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഹിന്ദു പത്രത്തിൽ വന്ന അഭിമുഖം, മുഖ്യമന്ത്രിയുടെ അഭിമുഖം, ആ വിഷയത്തിലൊന്നും ഒരു കൃത്യമായ ക്ലാരിറ്റി കൊടുക്കാൻ റഹീം സഖാവിന്റെ പാർട്ടിക്കോ ഇങ്ങനെ ഈ രാഷ്ട്രീയമായിട്ട് ചേരിതിരിഞ്ഞ് നിൽക്കുകയാണ് ജനങ്ങൾ. അതായത് LDF ജയിപ്പിക്കണോ UDF ജയിപ്പിക്കണോ, അതാണ് അവരുടെ മുമ്പിൽ ചോദ്യം. അപ്പോൾ അതൊരു നാരേഷൻ മാത്രമാണ്. LDF UDF എന്നതൊന്നുമില്ല. ജനങ്ങൾക്ക് ജനങ്ങളെ സേവിക്കുന്ന ജനപ്രതിനിധിയാവണം. ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, ആരുടെ മുമ്പിലും തൻ്റെ ഇടത്തോടുകൂടി വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു നേതാവ്. അത് ഞങ്ങളൊരു ഫാക്ടറല്ല എന്ന് പറഞ്ഞവർ ഇന്നലെ ഞങ്ങളുടെ റോഡ് ഷോ കഴിഞ്ഞതിന് ശേഷം അൻവർ ഒരു ഫാക്ടറാണ്. UDF പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഞാൻ തമാശയായിട്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ വിചാരിക്കുന്നു, പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ നടക്കുന്നതിനിടയിലൂടെ തന്നെ വണ്ടി ഓടിച്ചു. അപ്പൊ കുറച്ച് വലിയ ആൾക്കൂട്ടത്തെ അണിനിരത്താൻ സംശയമില്ല അൻവറിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് സംശയം ആൾക്കൂട്ടത്തെ അണിനിരത്തുക മാത്രമല്ല, ഈ ജാഥ പോയ റോഡിന്റെ ഇരുവശങ്ങളിലും സ്ത്രീകളടക്കം വലിയൊരു ജനാവലി അൻവറിനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരൊറ്റ സംശയം, ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന പൊളിറ്റിക്സ് എല്ലാം ഞാൻ ഇപ്പൊ ഈ മണ്ഡലത്തിലെ വന്യമൃഗശല്യമാണെങ്കിൽ ഈ രാജിവെക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ അൻവർ പറഞ്ഞുകൊണ്ടിരുന്നത് കേന്ദ്ര നിയമം തിരുത്തണം എന്നുള്ളതാണ്. ആ നിലപാടിൽ നിന്ന് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുണ്ടോ? ഒന്നത്. രണ്ട്, ഇവിടെ ഈ മണ്ഡലത്തിൽ ആയിരക്കണക്കിന് കോടിയുടെ വികസനം നടന്നു എന്നുള്ളതാണ് ഇടതുമുന്നണിയുടെ പ്രചാരണ മുദ്രാവാക്യം. അപ്പൊ അതിപ്പോ അൻവറാണ് ഇവിടുത്തെ MLA ആയിരുന്നു. പ്രചരണം നടത്തേണ്ടത് അൻവർ ഉയർത്തിയ തീർച്ചയായിട്ടും സർക്കാർ ഇല്ലാതെ ഇപ്പൊ അൻവറിന്റെ വീട്ടിൽ നിന്നും അങ്ങനെയാണ് എങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇവർ വികസന വിരുദ്ധതയാണല്ലോ അവിടെ ചൂണ്ടിക്കാണിച്ചത്. ഇതേ സർക്കാർ തന്നെയാണല്ലോ അവിടെ MLA പ്രവർത്തന കുറവാണല്ലോ അവിടെ ചൂണ്ടിക്കാണിച്ചത്. പുതുപ്പള്ളിയിൽ അതായിരുന്നല്ലോ. അപ്പൊ ഇവിടെ PV അൻവർ എന്ന MLA ജനോപകാരപ്രദമായ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ പറയുന്നത് ഇവിടെ ഇപ്പോഴും ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയം എന്നത് ഈ രാജിക്ക് കാരണമായി അൻവർ ഉന്നയിച്ച വിഷയങ്ങളുണ്ട്. ഇവിടുത്തെ RSS പോലീസിലെ RSS വൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ വിഷയങ്ങൾ UDF അടക്കം പിന്നെ പ്രചരണ വിഷയമായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നയിച്ച വിഷയവും ഈ നിലമ്പൂരുകാർ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ഭരണവിരുദ്ധതയ്ക്കെതിരെ ഒരക്ഷരം പോലും പറയാത്ത ഒരു സ്ഥാനാർത്ഥി, തന്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പോലും കുറിക്കാത്തൊരു സ്ഥാനാർത്ഥി ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ട് ശേഖരിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം അത് ഉപകാരപ്പെടുമെന്ന ആശങ്ക ഒരൊറ്റ നിമിഷം ശ്രീരണ്ടത്തന്നെ. അതായത് ഞാൻ നേരത്തെ തമാശ പറഞ്ഞെങ്കിലും വലിയ ആൾക്കൂട്ടായിരുന്നു ഇതിന്, വലിയ വാഹനത്തിനെയും. ഏതാണ്ട് നമ്മൾ വഴിക്കടവിൽ നമ്മൾ പരിപാടി നടത്താൻ ചെന്നപ്പോൾ അവിടേക്ക് 9 മണിക്ക് അവരുടെ റാലി അങ്ങോട്ടേക്ക് എത്തിയത്. യൂസഫ് പട്ടാനെ പോലത്തെ ഒരു പ്രധാനപ്പെട്ട ആളെ കൊണ്ടുവരാൻ അവർക്ക് പറ്റി. നിങ്ങൾ പരമാവധി ശ്രമിച്ചിരുന്നു PV അൻവറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ, പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടു. ആ ശ്രമം പരാജയപ്പെടുത്തിയത് VD സതീശനാണ്. നിങ്ങൾക്കിടെ ഒരു പ്രശ്നം ഇപ്പോഴും അതിന്റെ ബാക്കിയാണെന്ന് കൂടെ പറയേണ്ട ആൾക്കാരല്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ ലീഗുകാരെല്ലാവരും വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി തോറ്റുമില്ല. ഇവിടെ ജില്ലയിൽ ജീവിക്കുന്നത് ഞങ്ങൾക്കൊക്കെ അറിയാം. PV അൻവർ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നവരാണ്. ഞങ്ങൾ സമരമുഖം തീർത്തവരാണ്. ഇവിടുത്തെ പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയവരാണ്. അതൊക്കെ അൻവർ ഈ വിഷയം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് മുമ്പാണ്. കാരണം ഞങ്ങൾ അന്ന് പറഞ്ഞു, കേരളത്തിൽ ക്രിമിനൽ കേസുകൾ വർദ്ധിപ്പിക്കാൻ ശ്രമം നടക്കുന്നു മലപ്പുറം ജില്ലയിൽ. കേരളത്തിൽ ഒരു ക്രിമിനൽ ഹബ്ബാക്കി ഈ ജില്ലയെ മാറ്റാൻ, ഇന്ത്യയിൽ തന്നെ ക്രിമിനൽ ഹബ്ബാക്കി മാറ്റാനുള്ളൊരു വലിയ പരിശ്രമം നടക്കുന്നു എന്ന് വലിയ ആരോപണം ഞങ്ങൾ ഉയർത്തി. അന്നത്തെ പോലീസ് മേധാവിയെ മാറ്റി സർക്കാർ ഞങ്ങളുടെ സമരമുഖം തുറന്നു.
അതോടൊപ്പം തന്നെയാണ് അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. ആ പ്രസ്താവനയെ നിങ്ങൾക്കൊക്കെ അറിയാം, ഹിന്ദു ദിനപത്രത്തോട് നടത്തിയത്. മലപ്പുറം ജില്ലയിലേക്ക് വരുന്ന സ്വർണവും അതുപോലെ തന്നെ ഹവാല പണവും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് നീക്കിവെക്കുന്നത് എന്ന് വലിയ പ്രതിഷേധങ്ങൾ അതിനെതിരിലുണ്ടായി. ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഈ ജില്ലയെക്കുറിച്ച് ഇന്നേ വരെ എല്ലാവരും പറഞ്ഞത് സഖാവ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ജില്ലയാണിത്. അതിനപ്പുറം കേരളത്തിലെ ഏറ്റവും നമുക്കെപ്പോഴും പറയാവുന്ന കേരളത്തിലെ ഭാഷാപിതാവ് തൊട്ട് സാഹിത്യ നായകന്മാരൊക്കെ പിറന്ന മണ്ണാണിത്. ഒരുപാട് സാഹിത്യ നായകന്മാരുടെ മണ്ണ്, ഒരുപാട് എഴുത്തുകാരുടെ മണ്ണ്, മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ മണ്ണ്, സാംസ്കാരികമായി ഉയർന്നു നിൽക്കുന്ന ഒരിടം. ഇവിടെ കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ ശ്രമിച്ചത് എയർപോർട്ടുകളും ഒക്കെ കൊണ്ടുവന്ന് ഗൾഫ് മലയാളികൾക്ക് കൂടുതൽ സൗകര്യം ഒരുക്കി കൊടുക്കാനാണ്. നിങ്ങൾക്കറിയാം, നെടുമ്പാശ്ശേരി വിമാനത്താവളം ഞാൻ പറയട്ടെ, നെടുമ്പാശ്ശേരി വിമാനത്താവളം ഗവൺമെൻറ് കൊണ്ടുവന്നപ്പോൾ അന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിമാനം ഇറക്കാൻ അനുവദിക്കില്ല, ഞങ്ങൾ നെഞ്ചിലിറക്കണം എന്നാണ് CPM നിലപാട്. അത് കഴിഞ്ഞ് കണ്ണൂർ എയർപോർട്ട് കൊണ്ടുവരാനും ഞങ്ങൾ തന്നെ പരിശ്രമിച്ചു. അതിപ്പം മലപ്പുറം ഉണ്ടാക്കാനേ പാടില്ല എന്ന് പറഞ്ഞ ഞാൻ പറയട്ടെ, കണ്ണൂർ എയർപോർട്ട് അത് കഴിഞ്ഞ് കോഴിക്കോട് വിമാനത്താവളം, അന്ന് നിങ്ങൾക്കറിയാം കരുണാകരനും അഹമ്മദ് സാഹിബിൻ്റെയും വലിയ പരിശ്രമം, അത് യാഥാർത്ഥ്യമായി. ഞങ്ങൾ വിമാനത്താവളങ്ങളും ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ളവർക്ക്, യാത്രക്കാർക്ക്, പാവപ്പെട്ട മനുഷ്യരാണ്, അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് അവർ ഈ രാജ്യദ്രോഹികളാണെന്നും അവർ ഈ നാടിനകത്ത് ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ, വന്നത് ഖേദകരമാണ്. അങ്ങനെയാണെങ്കിൽ 2016 ഉമ്മൻചാണ്ടി പരാജയപ്പെട്ടത് മലപ്പുറത്ത് കേസുകളുടെ എണ്ണം കൂട്ടിയത് കൊണ്ടാണോ? കാരണം ഏറ്റവും കൂടുതൽ ചരിത്രത്തിൽ കേസുകളുടെ എണ്ണം കൂടിയിട്ടുള്ളത് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്താണല്ലോ. ആണ് 2013-14 തെരഞ്ഞെടുപ്പിന് നിങ്ങൾക്കറിയാം, ആ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയിൽ തോറ്റ ആളാണല്ലോ ഞാൻ. അതെ അതെ, അതാ ഞാൻ ചോദിച്ചത്. ഞാൻ അന്നത്തെ ഒരു രക്തസാക്ഷിയാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കമ്മ്യൂണിസത്തിന്റെ വഴിയിൽ നിന്ന് മാറി ചിന്തിച്ച ഒരു തെരഞ്ഞെടുപ്പാണത്. കാരണം എവിടെയൊക്കെ കോർപ്പറേറ്റ് മുതലാളിമാരുണ്ടോ, എവിടെയൊക്കെ പണക്കാരുണ്ടോ, അവരെയൊക്കെ തേടിപ്പോയി അവരുടെ പണം കൊണ്ട് വോട്ട് വാങ്ങി കേരളത്തിൽ ജയിക്കാമെന്ന് പറയുന്ന ആദ്യത്തെ പരീക്ഷണം നടത്തി കമ്മ്യൂണിസത്തിന്റെ ചരമഗീതം കുറിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അന്നത്തെ തെരഞ്ഞെടുപ്പ്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. ഇവിടെ കേസുകളുടെ, ക്രിമിനൽ കേസുകളുടെ എണ്ണം ഏറ്റവും കൂടുതൽ റെക്കോർഡ് ചെയ്യപ്പെട്ടത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് മലപ്പുറത്ത്. അത്രയും ഇപ്പോൾ പോലും ഇല്ല. കഴിഞ്ഞ വർഷം കേസിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്, പക്ഷെ അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ റെക്കോർഡിനെ കടത്തിവെട്ടാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ വർഷം കൂടി, കഴിഞ്ഞ വർഷം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തന്നെയാണ് റെക്കോർഡ്. അതാണ് പ്രശ്നം. റഹീം, ഇതിനകത്ത് ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള ബന്ധം, അതായത് CPM ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആഞ്ഞു പിടിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ വന്ന് കാണുന്ന മാധ്യമപ്രവർത്തകരെല്ലാം കാണുന്നത് എല്ലാ ദിവസവും MP ഗോവിന്ദ മാഷി ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന നടത്തുക. അത് അവരെ ബുദ്ധിമുട്ടിക്കുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അവർക്ക് പ്രശ്നമില്ല, അവർ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞതിനെ പൂരിപ്പിക്കുകയാണ്. ഇവിടെ ഈ മലപ്പുറവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വിവാദം ഉയർന്നു വരുന്നത് മലപ്പുറം ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ്. അന്ന് ശ്രീ ആര്യാടൻ മുഹമ്മദിൻ്റെ നേതൃത്വത്തിൽ നടന്ന ജാഥ മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായ കോൺഗ്രസ് നയിച്ച ജാഥയാണ്. നയിച്ച ഒരാളുടെ പേര് ആര്യാടൻ മുഹമ്മദ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. 2 ഹർഷം സൂചിപ്പിച്ച കാര്യം തന്നെയാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. മൂന്നാമത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ മുസ്ലിങ്ങൾ സംഘടിതരായിരുന്നും അവർ ഗൾഫ് മണിയിലൂടെയാണ് അവർ ശാക്തീകരിക്കപ്പെടുന്നതെന്നും അവർ വിലപേശൽ ശക്തിയായി മാറിയിരിക്കുന്നുവെന്നും അതുകൊണ്ട് അവർ ഇത്തരത്തിൽ മര്യാദ കാണിക്കണമെന്നും പറഞ്ഞ നേതാവ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പേര് AK ആൻ്റണി എന്നാണ്. എന്താണ് നിങ്ങളുടെ നിലപാട്? പോട്ടെ, അതെല്ലാം അങ്ങ് വിട്ടേക്കൂ. വളരെ പ്രധാനപ്പെട്ട ഒരാൾ, ഇന്ന് മത്സരിക്കുന്ന UDFൻ്റെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞത് എന്തുകൊണ്ടാണ് പാണക്കാട്ട് തങ്ങളുടെ വീട്ടിൽ, എന്താണ് പാണക്കാട്ട് തറവാട്ടിൽ പോലീസ് കയറാത്തതെന്നാണ്. പോലീസാണല്ലോ വിഷയം. പാണക്കാട്ട് തറവാട്ടിൽ പോലും പോലീസിനെ കയറ്റണം എന്നാവശ്യപ്പെട്ടയാളാണ് ഇവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. അപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ഞാനത് ഓർമ്മിക്കേണ്ടി വന്നത്. 2 ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം. ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ അതൊക്കെ അബ്ദുറഹ്മാൻ രണ്ടത്താണി മറന്നുവെങ്കിലും ഇവിടുത്തെ മുസ്ലിം ലീഗുകാർ മറന്നിട്ടില്ല, ആത്മാഭിമാനമുള്ളവർ എന്നാണ് ഞാൻ ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ UDFൻ്റെ ഭാഗമാക്കുന്നതിന് നീക്കം നടക്കുന്നു. ഇതാണ് പ്രശ്നം. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു രാഷ്ട്രീയ ധാരണയിലേക്ക് കേൾക്കുന്നതിന് ലീഗിൻ്റെ നിലപാടെന്താണ്? കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദ സങ്കല്പത്തിനെതിരാണ്. എനിക്കറിയേണ്ട കാര്യം ശ്രീ രണ്ടത്താണിയുടെ വ്യക്തിപരമായ അഭിപ്രായം എന്താണ്? ജമാഅത്തെ ഇസ്ലാമി, എൻ്റെ ചോദ്യം വളരെ അതിലൊരു കാര്യമുണ്ട്. 85 ഇവരങ്ങ് നന്നായി എന്ന് തീരുമാനിച്ചോളൂ. ജമാഅത്തെ ഇസ്ലാമി 1985 വരെ ഒരു വോട്ട് കൂടെ ചെയ്യാൻ പോലും കൂട്ടാക്കിയിട്ടില്ല. വീട്ടിൽ TV കാണത്തില്ലായിരുന്നു, സിനിമ കാണത്തില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ നടന്ന ഒരു കൂട്ടര് ഒരു ദിവസം അവർ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു, TV കാണാൻ തീരുമാനിക്കുന്നു. അവരുടെ ഇഷ്ടം പോലെ സിനിമാക്കാർ അവരുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാവുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ അവർ നന്നായാൽ അവരെ ഒപ്പം കൂട്ടുകയല്ലേ വേണ്ടത്? അതുകൂടി ചേർത്ത് ഞാൻ പറയാം. ഇതുകൂടി ആ ചോദ്യം ഒന്ന് മറുപടി രണ്ടും കൂടി ചേർത്ത് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് വിഷയം. ഹർഷൻ, ഈ ശ്രീ VD സതീശൻ്റെ ഗംഭീരമായൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്.
മതരാഷ്ട്രവാദമെല്ലാം അവർ ഉപേക്ഷിച്ചു. ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇതാരാ പറയേണ്ടത്? ഇത് പറയാൻ വി ഡി സതീശൻ ആരാണ്? ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എങ്കിൽ അബുൽ അഅ്ല മൗദൂദിയെ, മതരാഷ്ട്രവാദത്തെ ഞങ്ങൾ തള്ളിയിരിക്കുന്നുവെന്ന് നാളിതുവരെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു അമീറും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്നു 85-ന് ശേഷം നന്നായി എന്ന്. ലോക ഭീകരവാദത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമെന്ന് വിശേഷിപ്പിക്കാവുന്ന പുസ്തകം സെയ്ദ് ഖുതുബിന്റെ വഴിയടയാളങ്ങൾ, മൈൽ സ്റ്റോൺസ് എന്ന പുസ്തകമാണ്. അത് മലയാളത്തിൽ വഴിയടയാളങ്ങൾ എന്ന പേരിൽ 85-ന് ശേഷവും 2000-ലും IPH വഴി ജമാഅത്തെ ഇസ്ലാമിയുടെ പബ്ലിക്കേഷൻ വഴി വിതരണം ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. തീരുന്നില്ല. ആ സെയ്ദ് ഖുതുബ് ലോക ഭീകരതയുടെ അടിസ്ഥാന ഗ്രന്ഥമാണ്, അവരുടെ ബൈബിൾ. ആ പുസ്തകം രചിച്ച സെയ്ദ് ഖുതുബ് ആരുടെ ശിഷ്യനായിരുന്നു? ആരിലാണ് ഊർജ്ജം ഉൾക്കൊണ്ടത്? സാക്ഷാൽ അബുൽ അഅ്ല മൗദൂദി. ആ അബുൽ അഅ്ല മൗദൂദിയെ ഞങ്ങൾ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ അബദ്ധജടിലമായിരുന്നു എന്ന് ഇന്നത്തെ ജമാഅത്തെ ഇസ്ലാമി നാളെ വാർത്താ സമ്മേളനം വിളിച്ച് പറയട്ടെ, നമുക്ക് സ്വാഗതം ചെയ്യാം. അത് ജമാഅത്തെ ഇസ്ലാമി പറയാതെ, ജമാഅത്തെ ഇസ്ലാമി അമീർ തിരുത്താതെ എന്നാണ് ശ്രീ വി ഡി സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായത്? അതിന് മറുപടി. അതുപോലെ ഒരു കാര്യം കൂടിയുണ്ട്, എന്തായാലും മുന്നണി വിപുലീകരിക്കും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ ലീഗിൽ എനിക്കൊരു കാര്യം, ജമാഅത്തെ ഇസ്ലാമിയെ മുന്നണിയിൽ കയറ്റാൻ പറ്റിയ പാർട്ടിയാണോ എന്താണ്? ആദ്യം മുതൽ തുടങ്ങാം. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ മലപ്പുറം ജില്ലയുടെ നിലപാട് CPM സഖാബ് ഗൗരിയമ്മയുടെ ആത്മകഥ വാർത്താമാധ്യമ പ്രവർത്തനമുള്ളത് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവുമല്ലോ. ആ ആത്മകഥയിൽ എഴുതിയത് പാർട്ടി എതിരായിരുന്നു എന്നാണ്. മലപ്പുറം ജില്ല അനുവദിക്കുന്നതിന് CPM പാർട്ടി എതിരായിരുന്നു അന്നത്തെ ഞങ്ങൾ ഇടപെട്ടില്ല. അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്ന മലപ്പുറം ജില്ല അനുവദിച്ച അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയായ സഖാബ് ഗൗരിയമ്മയാണ്. അവസാന ശക്തമായ നിലപാടെടുത്തത് CH മുഹമ്മദ് കോയാണ്. ഇപ്പോൾ ജില്ലയില്ലെങ്കിൽ പിന്നീട് ഒരിക്കലുമില്ല, ഞങ്ങൾക്ക് ജില്ല വേണം എന്നുള്ള ശക്തമായ നിലപാടെടുക്കുകയും ആ നിലപാടിൽ അടിയുറച്ചുകൊണ്ടാണ് ജില്ല അനുവദിക്കാൻ പാർട്ടി നിർബന്ധിതമാകുന്നത് എന്ന് സഖാവ് ഗൗരിയമ്മ തന്നെ രേഖപ്പെട്ട പുസ്തകം നമ്മുടെ മുമ്പിൽ. ലീഗിന്റെ ഞാൻ പറയട്ടെ, അങ്ങനെ മുന്നണി സംവിധാനത്തിൽ പലതും ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സഖാവ് EMS എന്ന മുഖ്യമന്ത്രിയാണല്ലോ. ഞാൻ പറയുന്നത് ഒരു മുന്നണിയിൽ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുമ്പോഴുണ്ടാകുന്ന രാഷ്ട്രീയ പ്രസ്താവനകളാണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾ ചോദിച്ചു ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം, ആ നിലപാട് തന്നെയാണല്ലോ എല്ലാവർക്കും ഉള്ളത്. ഞങ്ങൾ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയെ ഐക്യ ജനാധിപത്യ മുന്നണിയെ ഘടകകക്ഷിയാക്കിയിട്ടില്ല. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളെ മുന്നണി സംവിധാനത്തിലുമില്ല. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ഇല്ല, വെൽഫെയർ പാർട്ടിയെ മുന്നണിയിൽ എടുത്തിട്ടില്ല. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾക്ക് വോട്ട് നൽകുന്നുവെങ്കിൽ ആ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു ഇടതുപക്ഷവും പറഞ്ഞിട്ടില്ല. അത് വേറെ ആവില്ലല്ലോ. ദേശാഭിമാനിയുടെ മുഖപ്രസംഗമാണ് ആശാവഹവും ആവേശകരവും. എനിക്കൊറ്റ ചോദ്യമേ ഉള്ളൂ. അതായത് ഞാൻ മറുപടി പറയാം. ഇടതുപക്ഷത്തിന് വോട്ട് നൽകിയതിനെ കുറിച്ച് ദേശാഭിമാനി അതിനെക്കുറിച്ച് എഴുതിയത് ആശാവഹമാണ്. കാരണം അന്ന് അവരത് പറഞ്ഞതാണ്. ഇവരതൊക്കെ നമ്മളൊക്കെ കണ്ടതാണ്. കാരണം ഇവർ ധരിക്കുമോ ലങ്കോട്ടിയും, ഇവർ ധരിക്കുമോ ബർമുടയും, ഞങ്ങൾ ധരിക്കുമോ ലങ്കോട്ടിയും എന്ന ആ ഒരു ശൈലി. മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നുള്ള കാര്യം ലങ്കോട്ടി ഇട്ടിട്ടായാലും ബർമുട ഇട്ടിട്ടായാലും ഈ ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ എടുക്കുന്നോ ഇല്ലയോ? മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് വി ഡി സതീശൻ പറയുന്ന കാര്യം താങ്കളും കൂടെ ശരിവെക്കുന്നുണ്ടോ? ഉപേക്ഷിച്ചോ? ഇല്ല. വി ഡി സതീശന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഞങ്ങളോട് പറയുന്നത് വെൽഫെയർ പാർട്ടിയാണ്. വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച ഒരു പാർട്ടിയാണ്. വെൽഫെയർ പാർട്ടിയെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയെ UDF എടുക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? നമ്പർ 1, ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന ഭാഗത്തോട് റഹീമിനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഏത് ചോദ്യത്തിന് ഉത്തരം? ഈ ചോദ്യത്തിന് ഉത്തരം
അക്കാദമിക് ആയിട്ടാണ്. അതായത് ഈ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അതിന് മറുപടി ഞാൻ ചോദിക്കട്ടെ? മറുപടി ഞാനൊരു പറയട്ടെ, മറുപടി പറയൊക്കെ എന്നെ അനുവദിക്ക്. നാം മതത്തെ എതിർക്കുക തന്നെ വേണം. അതാണ് മാക്സിയൻ സിദ്ധാന്തത്തിന്റെ ABC. ഒരു മാർക്സിസ്റ്റ് തികഞ്ഞ മതവിരുദ്ധനായിരിക്കണം. ദൈവമില്ല എന്ന് പ്രചരിപ്പിക്കുക തന്നെയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് മാക്സ് എംഗൽസ് മാർക്സിസത്തിൽ VI ലെനിൻ എഴുതിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തത്വമായി അങ്ങ് അംഗീകരിക്കുന്നുണ്ടോ? അങ്ങത് പറയണം. ഞാനല്ലല്ലോ മറുപടി പറയേണ്ടത്. ഞാനല്ലല്ലോ മറുപടി പറയേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താത്വിക കാര്യങ്ങൾക്ക് അദ്ദേഹം മറുപടി അറിയാം. മുസ്ലിം ലീഗിന്റെ താത്വിക വിഷയങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിയുടെ താത്വിക വിഷയങ്ങൾ ഞാനല്ല മറുപടി പറയേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താത്വിക വിഷയങ്ങൾ മറുപടി പറയേണ്ട റഹീം പറയട്ടെ. നാം മതത്തെ എതിർക്കുക തന്നെ വേണം. പ്രേക്ഷകർ കേട്ടല്ലോ, അദ്ദേഹത്തിന്റെ സിദ്ധാന്തം തന്നെ ഞാൻ എടുക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാര്യം ഞാൻ, ലീഗിന്റെ കാര്യം അദ്ദേഹം പറയണം, ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം ജമാഅത്തെ ഇസ്ലാമി പറയട്ടെ. അത് പറയാൻ സതീശനാണെന്നാണ് ഞാൻ ചോദിച്ചത്. അത് ചോദിക്കേ. എനിക്ക് ഏതാണ്ട് ഉത്തരം കിട്ടിയതുകൊണ്ട് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നില്ല. അല്ല, ഇനി അത് ഞാൻ പറയട്ടെ, ലീഗിന്റെ നിലപാടിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ല. വെൽഫെയർ പാർട്ടി കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഒറ്റ കാര്യം ഇതില് ഈ മണ്ഡലത്തിൽ ജനങ്ങളോടുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ശ്രീ VD സതീശന്റെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു കൂട്ടം പേരുടെയും, അത് ആരൊക്കെയാണെന്ന് ആളുകൾക്ക് മനസ്സിൽ വന്നിട്ടുണ്ടാവും, ഒരു കൂട്ടം പേരുടെയും അഹങ്കാരവും ഷോയും അംഗീകരിക്കേണ്ടതുണ്ടോ വിജയിക്കേണ്ടതുണ്ടോ എന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ജനങ്ങൾ ചിന്തിക്കുന്നത്. അത് ലീഗുകാർക്ക് പോലും അഭിപ്രായം ഉണ്ടാവും. ഒരു നിമിഷം ഷൗക്കത്തെ, ഇപ്പോൾ അൻവർ ഇങ്ങനെയൊക്കെ മത്സരിക്കുകയൊക്കെയാണ്. അൻവറിന് അങ്ങോട്ടേക്ക് പ്രവേശനം കൊടുക്കാത്ത പ്രധാനപ്പെട്ട കക്ഷി VD സതീശനാണ്. ഇപ്പൊ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ എതിർപ്പ് VD സതീശനോട് ആര്യാടൻ മോഹനോടാണ് അല്ലേ? മാത്രമല്ല, ഒറ്റ കാര്യം കൂടി, അൻവറിനെ ഒപ്പം കൂട്ടേണ്ടതില്ല. അതായത് അൻവറിന് ഇവിടെ എന്തായാലും ഒരു തരക്കേടില്ലാത്ത വോട്ട് ബാങ്ക് ഉണ്ടല്ലോ. പക്ഷേ ഒരു 500 1500 വോട്ട് മാത്രമുള്ള ജമാഅത്തെ ഇസ്ലാമി കൂടെ കൂടിക്കോട്ടെ എന്ന് കോൺഗ്രസ് തീരുമാനിക്കുകയും കൂടി ചെയ്യുന്നു. അല്ല, അവര് ജമാഅത്തെ ഇസ്ലാമിയെ മുന്നണിയിലേക്ക് എടുക്കാനോ അല്ലെങ്കിൽ വോട്ട് വേണമെന്ന് പറയാനൊക്കെ ഉണ്ടായ സാഹചര്യം അവർക്ക് ആദ്യം തെറ്റ് പറ്റിപ്പോയി എന്നുള്ളതാണ്. കാരണം PV അൻവർ എന്നൊരു ഘടകം ഇവിടെ മത്സരിക്കുന്നില്ല എങ്കിൽ UDFന് ഇതിനൊന്നും ആവശ്യമില്ല. നിലമ്പൂർ പോലത്തെ ഒരു മണ്ഡലത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സപ്പോർട്ടൊന്നും UDFന് ആവശ്യമില്ലായിരുന്നു. ഫോൺ റെക്കോർഡ് ചെയ്യുന്ന നിങ്ങൾ എങ്ങനെയാ കൂട്ടച്ചേർക്കാന്നാണ്? ഫോൺ റെക്കോർഡ് ചെയ്തുകൊണ്ട് നാട്ടുകാർ എന്തൊക്കെ അറിഞ്ഞു? പോലീസിൽ ഇങ്ങനെ പിന്നെ ഇത്തരത്തിലുള്ള ആളുകളുണ്ട് എന്ന് ഫോൺ റെക്കോർഡ് ചെയ്തതുകൊണ്ടല്ല അറിഞ്ഞത്. ഇങ്ങനെ RSS ബന്ധമുള്ള ആളുകളുണ്ട്. ഇനി MLA-മാരൊന്ന് കുനിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ സേവകരായി നിൽക്കാനുള്ള പോലീസുകാർ കേരള പോലീസിലുണ്ട് തെളിയിക്കേണ്ട ബാധ്യത ആർക്കാണ്? തെളിയിക്കേണ്ട ബാധ്യത കൃത്യമായ ഏജൻസികളെ വെച്ച് അന്വേഷിച്ച് തെളിയിക്കേണ്ട ബാധ്യത റഹീമിന്റെ പാർട്ടിയുടെ സർക്കാരിനല്ലേ? ആ ചോദ്യമല്ല ഇവിടെ ജനസമൂഹത്തിന് മുമ്പിൽ ഇട്ടത്. ഇല്ല എന്ന് തെളിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഒരു വിഷയം ഇല്ല എന്ന് തെളിഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടൊന്നും വന്നിട്ടില്ലല്ലോ. ഈ വിഷയത്തിൽ അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ ഇന്നും അന്തരീക്ഷത്തിലാണ്. ഏറ്റവും ചുരുങ്ങിയത് ഞാൻ പറയാം, ഈ ഹിന്ദു പത്രത്തിൽ കൊടുത്ത അഭിമുഖവുമായി ബന്ധപ്പെട്ട് ഹിന്ദു ഖേദം പ്രകടിപ്പിച്ചു എന്നതാണല്ലോ ഇവരുടെ ന്യായീകരണം. ഞാൻ ചോദിക്കട്ടെ, ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ CCTV-കൾ ഉണ്ടാവും, അങ്ങോട്ട് കടക്കുന്ന ആളുകളുടെ രേഖകൾ ഉണ്ടാവും, കൃത്യമായ ഐഡന്റിഫിക്കേഷൻ ചെയ്യാം. ഒരാളെയും കയറ്റിവിടില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്. ആ ആളുകൾ ആരാണെന്ന് വ്യക്തമാക്കി ഈ ഒരു ആശങ്ക തീർത്തൂടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്, മുഖ്യമന്ത്രിക്ക്, ഇടതുപക്ഷത്തിന്? അതിപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ കേസ് കൂടുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കേസ് കൂടിയിട്ടുണ്ട്, അതുപോലെ ഈ സർക്കാരിന്റെ കാലത്തും കേസ് കൂടിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദമാണ്. അവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ പോലീസിലുള്ള ഒരു വിഭാഗം ഈ വിഷയത്തിൽ ഗൂഢമായ നീക്കങ്ങൾ നടത്തുന്നു എന്നതാണ് വിഷയം. ഭരണമേത് എന്നതല്ല. പോലീസിലെ ഇത്തരം ഗൂഢസംഘങ്ങൾ പ്രവർത്തിക്കുന്നു. ഷാജൻ സ്കറിയെ പോലെയുള്ള വിഷം തുപ്പുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിന് ഒരു ആത്മാർത്ഥത കാണിക്കുന്നില്ല. ഇത്തരം വിഷയങ്ങളാണ് ചർച്ചയാവുന്നത്. ആ വിഷയം ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാം വെൽഫെയർ പാർട്ടിയെ കൂടെ കൂട്ടാനും, അതുപോലെ തന്നെ ഈ വിഷയത്തിൽ PDP ഉണ്ട്. PDP ഉണ്ട് അപ്പുറത്ത്. PDPയെ കുറിച്ച് ജയരാജൻ സഖാവിന്റെ അഭിപ്രായത്തോട് ഇവർ തിരുത്തിയിട്ടുണ്ടോ? ഇവർക്ക് അൻവർ പറഞ്ഞ കാര്യങ്ങളെ നന്നായി പിന്തുണച്ച ഒരു സംവിധാനം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നു, വെൽഫെയർ പാർട്ടിയൊക്കെ. ഒരിക്കലും അൻവർ അവതരിപ്പിച്ച വിഷയങ്ങൾ ഒറ്റ കാര്യമുള്ളൂ. വെൽഫെയർ പാർട്ടിക്ക്
ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യാൻ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ വെൽഫെയർ പാർട്ടിക്കാർ അൻവറിന് വോട്ട് ചെയ്യാനുള്ള സാധ്യത അവിടെ ഉണ്ടോ എന്നുള്ളതാണ്. അല്ല, അൻവറിന് നിലമ്പൂർ മണ്ഡലത്തിൽ വെൽഫെയർ പാർട്ടി എന്നോ SDPI എന്നോ എന്നതൊന്നും ഈ നാട്ടിലെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചത് ആര് എന്ന ചോദ്യത്തിന് അവർക്ക് കിട്ടുന്ന ഉത്തരം PV അൻവർ ആണെങ്കിൽ ഒരു നിമിഷം ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചു. ശ്രീ A. റഹീം, അബ്ദുറഹ്മാൻ രണ്ടത്താണി, ശ്രീ ഷൗക്കത്ത്, ശ്രീ അനൂപ് ആന്റണി കൂടെ നമ്മുടെ വന്നിട്ടുണ്ട്, BJP നേതാവ്. ശ്രീ റഹീം, ഇവിടെ അദ്ദേഹം രണ്ടുപേരും ചോദിച്ചൊരു കാര്യം, മലപ്പുറത്തുകാരോടുള്ള അധിക്ഷേപം. മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിൽ കൊടുത്ത അഭിമുഖത്തിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം അത് പിന്നീട് PR ഏജൻസിക്കാരുടെ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞ് വിശദീകരിച്ചെങ്കിലും ആ ആക്ഷേപം അവിടെ കിടക്കുകയാണെന്നാണ് രണ്ടുപേരും ചൂണ്ടിക്കാണിക്കുന്നത്. ഞങ്ങൾക്ക് അവർക്ക് ആക്ഷേപം ഉന്നയിക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾക്ക് അത് സംബന്ധിച്ചിട്ട് ഞങ്ങളുടെ ആത്മാർത്ഥതയും ആ സംഭവം എന്താണെന്ന് വിശദീകരിക്കാനുള്ള ഞങ്ങളുടെ സാധ്യതയെ ഞങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളത് ജനങ്ങളോട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ആ ദിവസം വിശദീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തി ജനങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട്. ഇനി അവർ പറഞ്ഞതാണോ ശരി, ഞങ്ങൾ പറഞ്ഞതാണോ ശരി എന്ന് ജനം നിശ്ചയിക്കട്ടെ, ജനം നിശ്ചയിച്ചോട്ടെ. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഒളിച്ചോടിയിട്ടില്ല, ഞങ്ങൾ കൃത്യമായി പറഞ്ഞു. ഇനി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIM പ്രത്യേകിച്ച് ഇതുപോലെ സംഘപരിവാരത്തോട് ഞങ്ങൾ ചേർന്ന് നിൽക്കും എന്നെല്ലാം പറഞ്ഞാൽ പിന്നെ ഇതേ സമയം ഞങ്ങളെ പിന്നെന്തിനാണെന്ന് ഇവരെല്ലാം വേട്ടയാടുന്നത്? അതിനോട് കാരണം പറഞ്ഞാൽ പോരെ. ഞങ്ങൾക്കിങ്ങനെ യാതൊരു തരത്തിലുള്ളൊരു നിലപാടുമില്ല. ഇത് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. മാത്രവുമല്ല, ഇനിയും ഈ നാട്ടിൽ സംഘപരിവാർ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കി ജനങ്ങളെ വേട്ടയാടാൻ വന്നാൽ അതിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ളത് DYFIയും SFIയും ഇടതുപക്ഷവും തന്നെയായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി വിവാദത്തിൽ അടക്കം ഒരു കാര്യം പറഞ്ഞു, അജിത് കുമാറിനെ RSS നേതാവിനെ പോയി കണ്ടു, RSS പോയി കണ്ടു. ഒരു കാര്യം ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇതാരാ ആരോപിക്കുന്നത് സ്ഥിരമായിട്ട്? അൻവർ പറയട്ടെ, അൻവറിന്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം. ഇവിടെ ആരാ പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത്? ശ്രീ VD സതീശനാണ്. അദ്ദേഹം ഗോൾവൽക്കറുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കാനും ജമാഅത്തെ ഇസ്ലാമി കൈ കൊടുക്കാനും മടിയില്ലാത്തയാളാണ്. ഇതാണ് ഒരു ഉദ്യോഗസ്ഥനെതിരെ പറയുന്നത്. ഈ ഉദ്യോഗസ്ഥൻ MR അജിത് കുമാർ എൻ്റെ പാർട്ടിക്കാരനല്ല. MR അജിത് കുമാർ കേരളത്തിലുള്ള സിവിൽ സർവീസ് കഴിഞ്ഞ് വന്ന കേന്ദ്ര സർവീസിലുള്ള ഒരു ഓഫീസറാണ്. ഒരുപാട് ഓഫീസറെ പോലെ, പഴയ TP സെൻകുമാറിനെ പോലെ ഒരു ഓഫീസറാണ്. അങ്ങനെയുള്ള ഒരുപാട് ഓഫീസർമാരുണ്ട്. ആ ഓഫീസർ കാണാൻ പോകുന്നത്, അയാൾ കല്യാണം കൂടാൻ പോകുന്നത്, അയാൾ ആരെങ്കിലും കാണാൻ പോകുന്നത് ഗവൺമെന്റിനോട് ചോദിച്ചിട്ടാണോ? സ്ഥലം മാറ്റി എന്തിനാന്നുള്ള ചോദ്യം ഉണ്ട് കേട്ടോ. ചോദ്യങ്ങളോട് ബാക്കിയാണ്. ഒരു കാര്യം, ഇതൊക്കെ UDF ഉന്നയിക്കുന്ന കാര്യം ഞങ്ങൾ അപ്പോഴൊക്കെ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി അതിന് പുറമെ അൻവർ പറഞ്ഞ കാര്യം ഞാൻ അത് പറയേണ്ടെന്ന് വിചാരിച്ചാണ്. ഇനി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതോട് പറയണമല്ലോ, ഈ അൻവർ ഇപ്പോൾ ഏത് പാർട്ടിയിലാണ്? തൃണമൂൽ കോൺഗ്രസ്. എന്താ സംശയം? തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു കൂട്ടം, തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകം തിരുവനന്തപുരത്തെ മലപ്പുറത്തെ കളക്ടർക്ക് പരാതി കൊടുത്തു. തൃണമൂൽ പാർട്ടിയുടെ ആളല്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, കേൾക്ക്, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. നിങ്ങൾ മിണ്ടാതിരുന്നില്ലേ? ശ്രീ അൻവർ ആദ്യം മുതൽ ഇതുവരെ എന്തെല്ലാമാണ് പറഞ്ഞിട്ടുള്ളത്? ആ പറഞ്ഞതൊക്കെ തന്നെ തമ്മിൽ ബന്ധമുണ്ടോ? എന്തൊക്കെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്? ഞാനൊന്ന് സംസാരിക്കട്ടെ. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കണ്ട, ജനങ്ങളിത് കണ്ടോട്ടെ. ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. അൻവർ എല്ലായ്പ്പോഴും മാധ്യമങ്ങളോട് പറയുന്നുണ്ടല്ലോ, അൻവറിൻ്റെ വാർത്ത എനിക്കൊരു തോന്നി ഏറ്റവും കൂടുതൽ നിങ്ങളെല്ലാം സ്പേസ് കൊടുത്ത അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങൾക്കെതിരെ പറഞ്ഞത്, അദ്ദേഹത്തിന് തന്നെ നിലപാടുകൾ വന്ന മാറ്റം, അദ്ദേഹം ഏതെല്ലാം പാർട്ടി DMK പോയത്, ഇതെല്ലാം ജനം കാണുന്നുണ്ട്. ആ ജനം അത് വിലയിരുത്തട്ടെ. ഞങ്ങൾ പറയുന്നത് എന്താണ്? ശ്രീ അൻവറിൻ്റെ സ്ഥാനത്ത് ഞങ്ങൾ കാണുന്നത്, സ്ഥാനാർത്ഥിയെ കാണുന്നത്, ജനാധിപത്യത്തിൽ അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള അവകാശം ഏതൊരാൾക്കും മത്സരിക്കാം. ഇവിടെ മറ്റും സ്വതന്ത്രരും മത്സരിക്കുന്നുണ്ട്, അൻവർ മാത്രമല്ല. അവർക്കെല്ലാവർക്കും മത്സരിക്കാൻ അവകാശമുണ്ട്, പ്രചരണം നടത്താൻ അവകാശമുണ്ട്, റോഡ് ഷോ നടത്താൻ അവകാശമുണ്ട്, റോഡ് ഷോയിൽ ആളെ കൊണ്ടുപോകാൻ അവകാശമുണ്ട്, അതിന് വിവിധ മാർഗങ്ങൾ സ്വീകരിക്കാൻ അവകാശമുണ്ട്. എന്തുകൊണ്ടോ ചെയ്തോട്ടെ, അത് ജനം വിലയിരുത്തട്ടെ എന്നത് മാത്രമേ ഞങ്ങൾക്ക്. ശരി, നമുക്ക് ഒന്ന് രണ്ടത്താണിലേക്ക് കൂടെ പോയതിനു ശേഷം അനൂപിലേക്ക് ഞാൻ വരാം. ശ്രീ രണ്ടത്താണി, ഇവിടെ ഈ പറയുന്ന അൻവറിനെ ഇങ്ങോട്ട് എടുക്കാൻ സമ്മതിക്കാതിരുന്നത് VD സതീശനാണ്. ലീഗിന് അതിനകത്തൊരു ബുദ്ധിമുട്ടുണ്ട്. ഈ ആര്യാടൻ ഷൗക്കത്തിനോട് കോൺഗ്രസിന് തന്നെ പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ട്. പാണക്കാട് തങ്ങൾക്കെതിരെ കുറ്റം പറഞ്ഞതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനോട് ലീഗിന് പ്രശ്നമുണ്ട്. അതുകൊണ്ട് UDF ക്യാമ്പിനകത്ത് ആകെപ്പാടെ നമ്മൾ പുറമെ കാണാത്ത കുഴപ്പങ്ങളുണ്ടെന്നാണ് പാണക്കാട് തങ്ങളുടെ വീട്ടിൽ റെയ്ഡ് എടുത്തെന്ന് പറഞ്ഞാണ്. ഞാനിങ്ങനെ ഇത് പറയുമ്പോൾ ഇവരാരോടാണ് ഇതൊക്കെ ഒരു തെരുവ് പ്രസംഗം പോലെ ആകരുത്. ദിനേശ് നാരായണൻ നിങ്ങളെ കൂട്ടത്തിൽ ഒരു മാധ്യമപ്രവർത്തകനാണല്ലോ. ദിനേശ് നാരായണനാണല്ലോ പറഞ്ഞത് പിണറായി വിജയൻ പോയിട്ട് RSSകാരുമായി ചർച്ച നടത്തിയത് രാത്രി. വലിയ സെക്യൂരിറ്റിയോട് കൂടി പൊതുസ്ഥലങ്ങൾ സഞ്ചരിക്കാനുള്ള മുഖ്യമന്ത്രി ഒറ്റക്ക് പോയിട്ട് ആരുമില്ലാതെ
അവിടെ പോയി ചർച്ച നടത്തി. ശ്രീ എം അവിടെ ഒരു പുസ്തകത്തിൽ വന്ന അതെ അതെ ശ്രീ എം ദിനേശ് നാരായണന്റെ പുസ്തകത്തിൽ ശ്രീ എം അവിടെ സന്നിഹിതനായിരുന്നു. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നടത്തിയ ശ്രീ എം അവിടെ സന്നിഹിതനായിരുന്നു. അതിനുശേഷമുണ്ടായ കേരളത്തിലെ നാടകങ്ങളൊക്കെ അറിയാം. ദത്താത്രേയ ഹൊസബളയെ കാണാൻ പോയത് അജിത് കുമാർ ആണോ? അജിത്കുമാറിനെതിരെ എന്ത് നടപടിയാ പാർട്ടി എടുത്തത്? കഴിഞ്ഞില്ല. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീടുണ്ടായ നാടകങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. എങ്ങനെയൊക്കെയാണ് തൃശ്ശൂർ പൂരം മുടങ്ങുന്നത്, എങ്ങനെയാണ് അവിടെ സുരേഷ് ഗോപി ജയിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ ശ്രീ എമ്മിന് എങ്ങനെയാണ് ഏക്കർ കണക്കിന് ഭൂമി തിരുവനന്തപുരം നഗരത്തിൽ കിട്ടുന്നത്, ഇതൊക്കെ കേരളം ചർച്ച ചെയ്ത വിഷയമല്ലേ? ഇതെല്ലാവർക്കും അറിയാം. നിങ്ങൾ നടത്തുന്ന ഈ രഹസ്യമായ കച്ചവടമൊക്കെ കൃത്യമായി വായിച്ചറിയാനും പഠിക്കാനുമുള്ള കഴിവുള്ളവരാണ് ഇന്നത്തെ ജനങ്ങള്, ചെറുപ്പക്കാര്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഇവിടെ പ്രതിഫലിക്കും. ഒരു സംശയം വേണ്ട. BJP CPM ഈ രഹസ്യ കച്ചവടം അവസാനിക്കും. രണ്ടത്താണ് പറയുന്നത് പണ്ടുള്ള കാര്യമാണ്. ഇനി ഒന്ന് എന്റെ ചോദ്യം ലളിതാണ്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ്. ശ്രീ പാണക്കാട് തങ്ങളുടെ വീട്ടിൽ പോലീസിനെ കേട്ടണമെന്ന് പറഞ്ഞ ഇവിടെ മത്സരിക്കുന്ന ശ്രീ ആര്യാടൻ ഷൗക്കത്തിന്റെ കാര്യത്തെ കുറിച്ച് അത് മിണ്ടുകയില്ല. പാണക്കാട്ട് തങ്ങളുടെ വീട്ടിൽ പോലീസിനെ കേട്ടണമെന്ന് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. അതിനോടൊന്ന് പ്രതികരിക്കണ്ടേ? പാണക്കാട് തങ്ങളെ വിട്ടോ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പാണക്കാട് തങ്ങളാണല്ലോ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിച്ചോടെ വന്നത്. ഇന്നിവിടെ റാലി ഞാൻ ചോദിക്കട്ടെ, പാണക്കാട് തങ്ങന്മാരെ മതത്തിനതീതമായി എല്ലാവരും അംഗീകരിക്കുന്നവരാണ്. എല്ലാവരും ആദരിക്കും. രാഷ്ട്രീയം വേറെ, രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം പറയുമ്പോൾ ആദരിക്കും. അവരുടെ വീട്ടിൽ പോലീസിനെ കേട്ടോന്ന് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞത് നിങ്ങള് അദ്ദേഹം ഇതിനെ പിന്തുണച്ചിട്ടില്ല. അച്യുതാനന്ദന് ദയാവധത്തിന് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞു. നിങ്ങളുടെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് ഞങ്ങളോടാണോ പറയുന്നത്? ആദ്യം തിരുത്തേണ്ടത് ഒരു ആരോപണം ആ മാധ്യമപ്രവർത്തകനെതിരെ ഇപ്പോൾ വക്കീൽ നോട്ടീസ് ഒന്നുമല്ല, നല്ല ഒന്നാന്തരമായി കേസ് കണ്ടസ്റ്റ് ചെയ്യാണ്. കേരള കൗമുദിയിൽ ആ വാർത്ത എഴുതിയ ആള് ഇന്നൊരു ദൃശ്യമാധ്യമത്തിലെ മാധ്യമപ്രവർത്തകനാണ്. ഞാൻ ആളുടെ പേര് പറയുന്നില്ല. ആ മാധ്യമപ്രവർത്തകനെതിരെ എം സ്വരാജ് കൊടുത്ത കേസ് ഏറ്റവും പ്രഗത്ഭനായ നേതാവിനെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ്. തങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ഇങ്ങോട്ട് ചോദ്യമാണ്, അദ്ദേഹത്തിന് ഉത്തരം പറയാൻ പറ്റുന്നില്ല. ഈ മണ്ഡലത്തിൽ മടിച്ച് BJP തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ 2016 ഇവിടെ മേടിച്ച വോട്ട് നിങ്ങൾ ഇത്തവണ മേടിക്കാൻ സാധ്യതയുണ്ടോ? ആദ്യത്തെ എൻ്റെ ഒരു പോയിന്റ് മടിച്ചാണെന്ന് പറഞ്ഞതിനകത്ത് വാസ്തവമൊന്നുമില്ല. ഞങ്ങളുടെ ആരും ഒരിടത്തും പറഞ്ഞിട്ടൊന്നുമില്ല ഞങ്ങൾ മത്സരിക്കത്തില്ല എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഒറ്റ കാര്യം മാത്രമേ ഞങ്ങൾ പറഞ്ഞുള്ളൂ, അതിനെ ഇന്റർപ്രറ്റ് ചെയ്തവരുടെ മിസ്റ്റേക്കാണ്. ഞങ്ങൾ ഇത്രേ പറഞ്ഞുള്ളൂ, അനാവശ്യമായ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ്. ഞങ്ങളുടെ വാക്കുകൾ അന്നും മാറ്റമല്ല, ഇന്നും ഗുജറാത്തിൽ ഇതേ മട്ടിൽ നിങ്ങളൊരു അന്ന് എടുത്ത നിലപാടിൽ ഒരു ഗുജറാത്തിൽ ഇപ്പൊ ഇതിനൊപ്പം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് മാത്രമേ ഞങ്ങൾ സംസാരിച്ച് ഒന്നും സംസാരിക്കാൻ പറ്റില്ല.
ഈ തെരഞ്ഞെടുപ്പിൽ ഈ ചർച്ച നടക്കുന്ന പോലെ തന്നെയാണ് ഏറ്റവും വലിയ കാപ്പട്യത്തിൻ്റെയും ഹിപ്പോക്രസിയുടെയും ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇപ്പം ഞാൻ വരുന്ന സമയത്ത് കണ്ടുകൊണ്ടിരുന്ന ഒരു ചിത്രമാണിത്. ഈ ചിത്രത്തിൽ ഈ സമയത്ത് തന്നെ ബംഗാളിലെ കാളിഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബൈ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാളിഗഞ്ചിൽ ഒരു വണ്ടിയിൽ ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രചരണത്തിന് പോകുമ്പോൾ ആ കോൺഗ്രസിന്റെ കൊടിയും കെട്ടിയിട്ടുണ്ട്, CPM-ന്റെ കൊടിയും കെട്ടിയിട്ടുണ്ട്. ഒറ്റ സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞാൽ ഈ ഞാനൊന്ന് പറഞ്ഞു തീർക്കണം. ഈ ഒരു ബോർഡർ കടന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരു കൂട്ടരായിട്ട് നിൽക്കുന്നവരാണ്. എന്തിനാണ് ഇവിടെ ഒരു പ്രഹസനത്തിന്റെ തെരഞ്ഞെടുപ്പ്? നമ്പർ 1, എന്റെ ക്വസ്റ്റ്യൻ നമ്പർ 1. നമ്പർ 2, ഈ ചർച്ച ഞാൻ ഇവിടെ എത്താൻ കാരണം, വൈകാൻ കാരണം ഏകദേശം 3 കിലോമീറ്റർ അപ്പത്തുനിന്ന് 1.25 മണിക്കൂർ എടുത്ത് എനിക്ക് ഇവിടം വരെ എത്താൻ വേണ്ടിയിട്ട്. ഇവിടെ പറഞ്ഞു ശരിയാണ്, തെരഞ്ഞെടുപ്പ് പ്രചരണം കൊണ്ടാണ്. എൻ്റെ ലോക്കൽ ഡ്രൈവർ പറഞ്ഞു ശരിയാണ്, അത് കാരണം ഒരു അരമണിക്കൂർ എക്സ്ട്രാ കിട്ടിക്കാണ്. എന്നാലും 3/4 മണിക്കൂർ എടുക്കും ആ 3 കിലോമീറ്റർ താണ്ടാൻ. അദ്ദേഹം വികസനത്തിന്റെ ഒരു നേർചിത്രമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്റെ വിഷമം അതൊന്നുമല്ല. ഇത്രയും നേരം ഡിസ്കസ് ചെയ്തപ്പോൾ നിലമ്പൂരിന്റെ വികസനത്തെ കുറിച്ച് സംസാരിക്കാൻ സമയം കണ്ടെത്താതെ ബാക്കി അനാവശ്യമായ മാത്രമാണ്. 1000 കോടിയുടെ ഇപ്പൊ വരുന്ന വഴിക്ക് പോത്തുകൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇന്നലെ രാവിലെ പ്രചരണത്തിന് പോയപ്പോൾ പോത്തുകൽ എന്ന് പറയുന്ന സ്ഥലത്ത് കാലങ്ങളായിട്ടൊരു പാലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികൾ ഇപ്പോഴും ചങ്ങാടത്തിൽ കയറിയാണ് ഇപ്പോഴും യാത്ര ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇവരൊന്നും വികസനത്തിന്റെ കാര്യം ചർച്ച ചെയ്യുന്നത്? ബൈപ്പാസ് അനാവശ്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പായിരുന്നെങ്കിൽ നിങ്ങൾ ആദ്യത്തെ സ്റ്റാൻഡ് പുറത്തു വന്നതുപോലെ നിങ്ങൾ മത്സരിക്കാതിരുന്നാൽ പോരായിരുന്നോ? ഇപ്പൊ ഈ പറഞ്ഞ 10,000 വോട്ടല്ലേ കിട്ടൂ നിങ്ങൾക്ക്? ഞങ്ങളൊരു ജനാധിപത്യ പാർട്ടിയാണ്. ഇതിന് ഞങ്ങളുടെ ഒരു അവസരമാണ്, വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള അവസരമാണ്. കാരണം ഞങ്ങൾക്ക് പറയാൻ ക്രെഡിറ്റ് ഉണ്ട് സർ. കാരണം ഇവിടെ ആലപ്പുഴ കൊല്ലം ബൈപ്പാസ് ഞങ്ങൾ എപ്പോഴും എടുത്തു പറയുന്ന ഉദാഹരണമാണ്. ഇവർക്ക് 30 വർഷമായിട്ട് ഇവിടുത്തെ ബൈപ്പാസ് പദ്ധതി ഒന്ന് അനക്കാൻ സാധിച്ചിട്ടില്ല. 4 വർഷം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കി കാണിച്ചില്ലേ ആ ബൈപ്പാസ് പദ്ധതി? 40 വർഷമായിട്ടുള്ളത്. ഈ വികസനവുമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു അവസരമാണ്. കാരണം കേരളത്തിൽ വളരുന്ന ഒരേ ഒരു പാർട്ടി മാത്രമേ ഉള്ളൂ, അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഓരോ അവസരവും ഞങ്ങൾക്ക് വളരാനുള്ള ഓരോരോ അവസരമാണ്. 2016 കിട്ടിയ വോട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഈ വരുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം കാണണം നിങ്ങൾ. ആ ഫലം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് 3 അധികാരന്മാർ മത്സരിക്കുമ്പോൾ അതിനിടയ്ക്ക് നല്ല വോട്ട് കിട്ടുന്നതാണ് പറയുന്നത്. വിധി എഴുതിയത് 15% കൂടത്തില്ല, 13% കൂടത്തില്ല, 20% അടുപ്പിച്ച് അവർക്ക് ഞങ്ങൾക്ക് ഒരേ MP മാത്രമേ ഉള്ളൂ ഇവിടുന്ന്. ആ സാഹചര്യത്തിലേക്ക് പിന്നെ ഹിപ്പോക്രസിയുടെ കാര്യം പറഞ്ഞു. ഇവിടെ കുറെ നേരമായിട്ട് ഇവർ വികസനത്തിന് പകരം വർഗീയത സംസാരിക്കുന്ന ഈ 2 കൂട്ടരും ഇവരുടെ ഹിപ്പോക്രസിയുടെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ ഇരിക്കുന്ന ശ്രീ റഹീം, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ MP ആണ് ശ്രീ നടരാജൻ കോയമ്പത്തൂരിൽ നിന്ന്. ആ നടരാജൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ ഇരിക്കുന്ന ഫോട്ടോ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ പോകുന്ന ചെറുതായിട്ടും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അല്ലെങ്കിൽ ഇവരുടെ തന്നെ MP ആയി ജയിച്ച രാജസ്ഥാനിൽ നിന്നുള്ള അമ്രാറാം, ആ അമ്രാറാം ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരുമായി. അത് മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിന്റെ നേതാക്കന്മാർ പോസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ കാരണമാണ് CPM എംപിമാർ. അത് പറയുന്ന സ്റ്റേറ്റ്മെന്റ് വളരെ രസകരമാണ്. ഞങ്ങൾക്ക് 3 MPമാരുണ്ട് പാർലമെന്റിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു. എന്താണെന്നറിയാമോ? 3 CPM കണ്ട്, 2 എണ്ണം തമിഴ്നാട്ടിൽ നിന്നും. ഇന്ത്യയില് ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു, അമ്രാറാമിന്റെ പേര് പറഞ്ഞു. അദ്ദേഹം ഇവിടെ പറഞ്ഞു അമ്രാറാം ഞങ്ങളുടെ MP ആണെന്നും പറഞ്ഞു. രാജസ്ഥാനിലെ സിക്കറിൽ നിന്നാണ്. അപ്പോൾ BJPക്ക് കേരളത്തിലൊരു MP ഉള്ളൂ, രാജസ്ഥാനിലും CPM-ന് ഒരു MP ഉണ്ട് എന്ന് മറന്നു പോകരുത്. അപ്പൊ രാജസ്ഥാനിലെ CPM-ന്റെ മാത്രമാണ് നിങ്ങൾ ഇവിടെ എണ്ണം കൊണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ വളർച്ചയുടെ കാര്യം പറഞ്ഞു. മുമ്പ് നിങ്ങൾക്ക് 1 സീറ്റ് ഉണ്ടായിരുന്നു, 1-ൽ നിന്ന് ഇപ്പൊ 0. ഞാനൊന്ന് പറയട്ടെന്നേ, 1-ൽ നിന്ന് 0 ആയി. 1-ൽ നിന്ന് 0 ആകുന്നത് വളർച്ച എന്നെല്ലാം പറയുന്നത് എന്താണെന്ന് എനിക്കറിയാം. സാറിന് ചാണകമൊക്കെ കഴിച്ചാൽ പറയാൻ പറ്റും, അല്ലാതെ ആർക്കും ഇത് പറയാൻ പറ്റില്ല. വോട്ട് ശതമാനം കൂടി ഇനി അടുത്ത് വോട്ട് ശതമാനം കൂടി ഇങ്ങോട്ടെ. ഇനി അടുത്ത് ഞാൻ ആരോപണത്തെ കുറിച്ച് പറയാം. ആരോപണത്തെ കുറിച്ച് പറയട്ടെ. ആരോപണത്തെ കുറിച്ച് പറയട്ടെ. ഞാൻ ആരോപണത്തെ കുറിച്ച് പറയണോ? ഞാൻ അതേ പറയട്ടെ. വാക്ക് ചാണകം എന്ന് പറയുന്നത് തെറ്റാണോ? അങ്ങേ കുറിച്ച് പറഞ്ഞല്ല, അങ്ങേ പറഞ്ഞല്ല. എനിക്ക് ഉദാഹരണത്തിന് പറയാൻ സാധിക്കും. രാഷ്ട്രീയ ഇംഗ്ലീഷ് പ്രഭുത്വത്തെ കുറിച്ച് ഇവിടെ ചോദ്യം ചെയ്ത് ചിലപ്പോൾ സമ്മതിക്കും. പാർലമെന്റിൽ അദ്ദേഹം പ്രസംഗത്തിനെ കുറിച്ച് നമുക്കല്ല അറിയാം. മറുപടി പറയാന്ന് ഇംഗ്ലീഷിലെ ഹിപ്പോക്രസി, ജൈനസ് ഫേസ്ഡ്. അതായത് ഇത് അത്രമാത്രം പ്രശ്നമായിട്ട് കാര്യമില്ലാതാണ് എനിക്ക് തോന്നുന്നത്. പരിജ്ഞാനത്തെ കുറിച്ച് ചോദ്യം ചെയ്തില്ലല്ലോ.
ഞാൻ സംസാരിക്കട്ടെ. റഹീമിന്റെ ഇംഗ്ലീഷ് പരിജ്ഞാനത്തെ കുറിച്ച് ഒരു മിനിറ്റ്, ഞാൻ സംസാരിക്കട്ടെ. വ്യക്തമായിട്ട് അറിയാം. സാറ് നിർത്തോ? അതുകൊണ്ട് സാറ് നിർത്തോ? ഞാൻ നിർത്താം. പക്ഷേ നിർത്തുന്നു. ഞാൻ പറഞ്ഞ പോയിന്റ് കൃത്യമായി നിങ്ങൾക്ക് അല്ല, മനസ്സിലായി. അങ്ങ് വെച്ചാ ഞാൻ പറയാം. ലോജിക്കലായിട്ട് സംസാരിക്കാം. വികസനത്തെ കുറിച്ച് ചാണകത്തിന്റെ മുകളിൽ പിടിച്ച് ഇത്രയും സമയം കൊണ്ട് ഞാനൊരു കാര്യം ഇനി മേലാൽ ചാണകത്ത് പറയരുത്. ആരും പറയരുത്. ഇനി അടുത്ത് പറയാം. അല്ല ഞാൻ പിന്നെ ഞാൻ സംസാരിക്കട്ടെ. അങ്ങ് പറഞ്ഞത് മറുപടി പറയണ്ടേ? അല്ല അങ്ങ് പറഞ്ഞ ഹിപ്പോക്രസിയുടെ എനിക്ക് മനസ്സിലാവില്ല പറയാണോ സാറേ? ഒന്ന് പറയട്ടെ. അദ്ദേഹം ഞാൻ രണ്ടും പറയാം. ഇംഗ്ലീഷ് പരിജ്ഞാനവും പറയാം, ഹിപ്പോക്രസിയും പറയാം. അല്ല, അത് പറഞ്ഞിട്ട് നമ്മൾ ചർച്ച എന്ന് മാറിപ്പോരുത്. എന്റെ ഇംഗ്ലീഷ് പരിജ്ഞാനം രാജീവ് ചന്ദ്രശേഖരനോട് ആദ്യം മലയാളത്തിൽ നേരെ പഠിക്കാൻ പറ, മലയാളത്തിൽ സംസാരിക്കാൻ പറ. ഞാൻ സംസാരിച്ചു. രാജീവ് ചന്ദ്രശേഖരന്റെ മലയാളം ശരിയാക്കിയിട്ട് എന്റെ ഇംഗ്ലീഷ് ശരിയാക്കി അങ്ങോട്ട് വന്നാൽ മതി. രണ്ട്, ഹിപ്പോക്രസിയെ കുറിച്ച് പറഞ്ഞു. അത് പറഞ്ഞല്ലോ, ഈ അമ്രാറാം ഞങ്ങള് രാജസ്ഥാനിൽ നിന്ന് CPIM-ന് ഒരാളെ ജയിപ്പിച്ച് ലോക്സഭയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. കേരളത്തിൽ നിങ്ങൾക്ക് അത്രേ പറ്റിയിട്ടുള്ളൂ. ഇനി രണ്ട്, ഞങ്ങൾക്ക് തമിഴ്നാട്ടിലാകട്ടെ അവിടെ രാജസ്ഥാനിലാകട്ടെ ഇന്ത്യയിൽ ഒരിടത്തും ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു രാഷ്ട്രീയ ധാരണയുമില്ല. ഇദ്ദേഹം പറഞ്ഞെന്താണ്, അവിടുത്തെ ഞങ്ങളുടെ എം പിയും അവിടെ ഓഫീസിരിക്കുന്നു. എന്താ പ്രശ്നം? ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ വിവിധ ഓഫീസുകളിൽ പോവുകയോ പരസ്പരം ക്ഷണിക്കുകയോ ഒക്കെ ഉണ്ടാകും. അത്തരം കാര്യങ്ങൾ ഉണ്ടാകാം. അതിന് ഈ പറയുന്നതിന്റെ വെരാസിറ്റി എനിക്ക് അറിഞ്ഞുകൂടെ. ഈ പർട്ടിക്കുലർ ഇൻസിഡന്റിന്റെ ഞങ്ങൾക്ക് കൃത്യമായി പറയാൻ കഴിയുന്ന കാര്യം, ജമാഅത്തെ ഇസ്ലാമിയുമായി അങ്ങേയറ്റത്തെ അകൽച്ചയാണ് ഞങ്ങൾക്കുള്ളത്. എന്നാൽ ഇതേ BJP-ക്ക് ജമാഅത്തെ ഇസ്ലാമി കാശ്മീരുമായി യോജിപ്പാണല്ലോ ഉള്ളത്. അവിടെ പറയട്ടെ, ഞാൻ സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞുതരാം. കേക്ക് വെരാസിറ്റി ഞാൻ പറയട്ടെ. വെരാസിറ്റി പറഞ്ഞുതരാം. പഹൽഗാമിൽ മത്സരിച്ചത് നമ്മുടെ യൂസുഫ് തരിഗാമി, മുഹമ്മദ് യൂസുഫ് തരിഗാമിക്കെതിരെ ആ മണ്ഡലത്തിൽ നിർത്തിയത് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാം അന്ന് വലിയ ചർച്ചയായതല്ലേ. ഇനി പറയട്ടെ, ഇനി അത് തിരുന്നില്ല. ഇനി പറയട്ടെ, കാശ്മീരിലെ PDP ആരാ? കാശ്മീരിലെ PDP-യുമായി ഇവർ മുന്നണിയായിരുന്നില്ലേ? കേരളത്തിലെ ഇവർ മുന്നണിയായിരുന്നില്ലേ? കാശ്മീരിലെ ഞാൻ പറയാം. കേരളത്തില് നിങ്ങളുടെ നേതാവ് അങ്ങനെ സംസാരിച്ചാൽ സമയം പോകും. നമ്മുടെ മറ്റു രണ്ടുപേരും കൂടെ നിൽക്കാം. ഒരു കാര്യം ഈ ചർച്ചയിൽ ഞാൻ പറയുന്നില്ല, പറഞ്ഞ പിന്നെ അങ്ങോട്ടേക്ക് പോയി. ഈ ചർച്ചയിൽ എത്ര നല്ല നിലയിൽ പോകായിരുന്നു. വെറുതെ വന്ന് എന്തൊക്കെയോ ഒച്ചവെക്കുകയാണ്. അതിന്റെ കാര്യമില്ല, നമുക്ക് എല്ലാവരും സംസാരിക്കാം. ഈ ചർച്ച ഒച്ചവെക്കാൻ താല്പര്യമില്ല. വെയിറ്റ് ചെയ്യൂ, നിങ്ങൾ കേൾക്ക്. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് ഒച്ചവെക്കരുത്. അപ്പോൾ ഇതിനകത്തുള്ള കാര്യം, ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ അവർ പറയാണ് PDP-യുടെ കാര്യം. PDP ഒരു മതരാഷ്ട്രം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി ആയിരുന്നല്ലോ ഒരു ഘട്ടത്തിലും. ഇനി രണ്ട്, PDP-യുടെ സ്ഥാപകനായിരുന്ന അബ്ദുൽ നാസർ മഅദനി ISS എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നു. മുസ്ലിങ്ങളിൽ മതഭീകരതയും തീവ്രവാദവും വളർത്തുന്നു. അന്ന് അതിനെ ശക്തമായി എതിർത്ത സംഘടനയുടെ പേരാണ് CPIM-ഉം ഇടതുപക്ഷവും. ഞങ്ങൾക്കൊരു ബന്ധം ഉണ്ടായിരുന്നില്ല, ശക്തമായി എതിർത്തിരുന്നു, ഏറ്റുമുട്ടി നിന്നിരുന്നു. ഇന്ന് പോപ്പുലർ ഫ്രണ്ടിനോടും ജമാഅത്തിനോടും ഏറ്റുമുട്ടിയിരുന്നു. അതും ഞങ്ങൾ രക്തസാക്ഷികളുമായിട്ടുണ്ട്. ഇനി അടുത്ത് കേട്ടോ, ഇവരാരും രക്തസാക്ഷികളായിട്ടില്ല, അതും കൂടി ഓർമ്മിക്കണം. ഇനി അടുത്തിരുന്നില്ല. ആ മഅദനി അദ്ദേഹത്തിന്റെ തീവ്രവാദ സ്വഭാവം ഉപേക്ഷിച്ച് മുന്നോട്ട് വരുന്നു. അന്നതിനെ സ്വീകരിക്കാനും ആനയിക്കാനും മുൻപന്തിയിൽ ഒരുപാട് പേർ നിന്നിരുന്നു. ഒരാൾ NK പ്രേമേന്ദ്രനായിരുന്നു. RSS വർഗീയ കക്ഷി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. RSS വർഗീയവാദികളാണെന്ന് പറയുന്ന ആളുകളുണ്ട്. RSS ബാക്ക് ചെയ്യുന്ന പാർട്ടിയാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് BJP. അപ്പോൾ പലരും പല ആളുകളെയും വർഗീയവാദികളാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ട്. അതിപ്പോൾ ചില ആളുകൾ അവരുടെ കൂടെ ഉണ്ട്, ചില ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. അതൊക്കെ വലിയൊരു രാഷ്ട്രീയ വിഷയമായിട്ട് മുന്നോട്ട് വെക്കേണ്ടതാണ്. ജനാധിപത്യ പ്രോസസ് ആർക്കും പങ്കെടുക്കാലോ. വർഗീയവാദികൾ എന്ന് വിളിക്കുന്ന RSS-ഉം ജനാധിപത്യ പ്രോസസ്സിലുണ്ട് അവരുടെ പാർട്ടി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നത് ഇത് തന്നെയല്ലേ?
ഞങ്ങളും പറയുന്ന ഒരു വിഷയം ഇത് തന്നെയാണ്. കാരണം വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന നിലമ്പൂരിൽ എത്ര പെട്ടെന്നാണ് ഒരാഴ്ച കൊണ്ട് ഇവർ രണ്ടുപേരുടെയും ഈ കൂട്ടുകെട്ട് മാത്രം, ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ഇല്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ ചർച്ച നിലമ്പൂരിന്റെ വികസനം മാത്രമല്ലേ ആവുമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ഉന്നയിക്കുന്നത്. പിന്നെ അദ്ദേഹം ചോദിച്ച അതിനകത്ത് ഒരു ചെറിയ ചോദ്യം മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ശ്രീ പി ജയരാജൻ എഴുതിയ പുസ്തകം ഉണ്ടല്ലോ, കേരള ഇസ്ലാം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം. അതിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ കേരളത്തിലെ യുവാക്കളെ തീവ്രവാദികളാക്കുന്നത് PDP ആണെന്ന്. അതിനാണ് അവര് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതല്ലേ ഒരു കാര്യം ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് ക്ലാരിറ്റിയോടെ എനിക്ക് ശ്രീ രണ്ടത്താണിയോടാണ് ചോദിക്കാനുള്ളത്. ചോദ്യത്തിൽ നിന്ന് മറുപടി പറഞ്ഞില്ല. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഏറെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, ഈ UDF കുറെ കൂടി എക്സ്പോസ് ചെയ്യപ്പെട്ടു. ഒന്ന്, ഇതിനകത്തുള്ള തമ്മിലടി, കോൺഗ്രസിനകത്തെ അനൈക്യം, അതിലുപരിയായിട്ട് പ്രതിപക്ഷത്തിൽ പോലും ഇവർ കാണിക്കുന്ന അഹങ്കാരങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ നിങ്ങൾ മാത്രം സംസാരിക്കുന്നു. അവസരം നൽകി നിങ്ങൾ നിലപാട് മാറ്റുന്നുണ്ടോ എന്നാണ് സംസാരിക്കേണ്ട സമയം മറ്റൊരു രീതി വിനിയോഗിച്ചാൽ നമുക്ക് ശരിയാവും. ഇവിടെ നമുക്ക് അതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമുണ്ട്. ഇവിടെ സാധനങ്ങളുടെ വിലക്കയറ്റം നിങ്ങൾ ചർച്ച ചെയ്യണം. നിരന്തരമായി വൈദ്യുതി ചാർജിന്റെ വർധനവ് 3 തവണ കൂട്ടി, ഇനി കൂട്ടാൻ പോകുന്നു, ചർച്ച ചെയ്യണം. കെട്ടിടത്തിന്റെ നികുതി വർദ്ധിച്ചിട്ടുണ്ട്, നിങ്ങളത് ചർച്ച ചെയ്യണം. അതിനേക്കാളൊക്കെ ഉപരി ഈ നാടിനെ ബാധിക്കുന്ന ഒരുപാട് ഗുരുതരമായ വിഷയമുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യം എന്ന് പറയുന്നത് ഇവർ ഈ പറയുന്നത് പോലെ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കുന്നില്ല. ആകെ നൽകുന്നത്, ഇവിടെ നിങ്ങൾക്കറിയാം, ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോർ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ പിണറായി വിജയൻ സഞ്ചരിക്കുന്ന ബീവറേജ് ബാറുകളാണ് ആരംഭിച്ചത്, മദ്യശാലകളാണ്. അതുപോലെ തന്നെ കേരളത്തിൽ 28 മദ്യഷാപ്പുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഉമ്മൻചാണ്ടി ഒഴിയുന്ന സമയത്ത്. ഇന്ന് 1000-ഓളം ബാറുകളായി അത് ഉയർന്നു. കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും തുടങ്ങാൻ പോകുന്നു. അതുപോലെ തന്നെ KSRTC സ്റ്റാൻഡിൽ കള്ള് ഷാപ്പ് തുറക്കാൻ പോകുന്നു. അതിനേക്കാളപ്പുറം നമ്മുടെ നാട്ടിൽ എവിടെയൊക്കെയാണോ മദ്യം വിൽക്കാൻ കഴിയുന്നത് അവിടെയൊക്കെ തന്നെ ഞാൻ പറയട്ടെ, ഞങ്ങൾ മിണ്ടാതെ മദ്യത്തെ കുറിച്ച് വഴങ്ങുന്നില്ല. ഒരു നാട് ലഹരിയിലേക്ക് അകപ്പെട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരക്ഷരമെങ്കിലും അതിനെക്കുറിച്ച് പറയുന്നതിന് പകരം കേരളത്തിന് ഇനി ഏറ്റവും നല്ലത് മദ്യഷാപ്പുകളാണ് എന്ന് പറയുന്ന ഒരു നിലവാരത്തിലേക്ക് കേരളത്തിലാണ്. അഴിമതി കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൊണ്ട് നിങ്ങൾക്കറിയാം കൂരിയാടൊക്കെ ദേശീയപാത മനസ്സിലായി. ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയാ റഹീം സാഹിബ് ചോദിച്ചു അൻവർ ഇപ്പൊ എവിടെയാണ്. അൻവർ ഇപ്പം TMC-യിലാണെന്നുള്ളത് അറിയാഞ്ഞിട്ടല്ല റഹീം സഖാവ്. അല്ല തമാശയല്ല, അത് പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. റഹീം സഖാവിന്റെ കൂടെ വെള്ളിയാഴ്ച ഉണ്ടായിരുന്ന അലി എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ കൂടെ സെൽഫി എടുത്തിട്ടുണ്ട്. എന്റെ കയ്യിലുണ്ട് ആ ഫോട്ടോ. അദ്ദേഹം ഇവിടെ ലഘുലേഖ വിതരണം ചെയ്തിട്ടാ പോയത്. എന്താണ് കാരണം? എന്റെ സംഘടനാപരമായ വിഷയം ഞാനാണ് പറഞ്ഞുപോണ്ട്. ഞാൻ പറഞ്ഞു പോവാ. ആ സെൽഫി എന്റെ കയ്യിലുണ്ട്. അലി എന്ന് പറയുന്ന ആള് വെള്ളിയാഴ്ച റഹീം സഖാവിന്റെ കയ്യിൽ നിന്ന് ഒരു സെൽഫിയൊക്കെ എടുത്ത് ഒരു പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന ഫോട്ടോ ഒക്കെ ആയിട്ട് ഈ നാട്ടിലൊക്കെ ഒരു TMC-യുടെ ലെറ്റർ പേഡിൽ എങ്ങനെ കൊടുത്തുപോയി. ആ ഒരു പത്രക്കാർക്ക് ഒരു കുറിപ്പൊക്കെ കൊടുത്തു പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കൽ ആർക്കെങ്കിലും ഞാനാണ് CPM എന്ന് പറഞ്ഞ് ഞാൻ തെരുവിൽ വാർത്താസമ്മേളനം നടത്തി ആധികാരിയാവോ? വാർത്താസമ്മേളനം സ്വാഭാവികമാണ്. ഇത് എസ്റ്റാബ്ലിഷ് പാർട്ടി ആയിട്ടില്ല. അതുകൊണ്ടാണ് എന്താണെന്നൊക്കെ ആൾക്കാർക്ക് അതല്ല മണ്ഡലത്തിലെ പ്രശ്നമല്ലത്. സമയമായി ആണെങ്കിൽ അവരും തമ്മിൽ എന്താ ബന്ധം? അതെ, നമുക്ക് എന്തായാലും വീറും വാശിയുമുള്ള മത്സരം നടക്കുകയാണ്. ആ മത്സരത്തിന്റെ എല്ലാ ലക്ഷണവും ഇവിടെയുണ്ട്. നമ്മൾ പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്ത എല്ലാ വിഷയവും നമുക്ക് ചർച്ച ചെയ്ത് പോകാൻ കഴിഞ്ഞില്ല.
എന്ന് വളരെ പറഞ്ഞാൽ അനൂപ് കുറച്ച് ആവേശത്തോടെ വൈകിട്ടാണ് വന്നെങ്കിലും നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ ആവേശം പരമാവധി കാണിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് കുറച്ച് സമയം അങ്ങനെയും പോയിട്ടുണ്ട്. വളരെ നന്ദി ശ്രീ അനൂപ്, ശ്രീ ഷൗക്കത്ത്, ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, ശ്രീ റഹീം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇപ്പോൾ ഈ കണ്ടതിനേക്കാൾ ആവേശം ഉള്ള സീനാണ് പുറത്ത്. നാളെ ഒറ്റ ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. നാളെ കൊട്ടിക്കലാശാണ്. അതിനുശേഷം ആളുകൾ പോളിംഗ് ബൂത്ത് നിശബ്ദ പ്രചാരണത്തിന് ശേഷം ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് പോകും. സംസ്ഥാന രാഷ്ട്രീയത്തെ ആകപ്പാട് നിർണ്ണയിക്കുന്ന ഒരു പ്രാധാന്യമേറിയ വിധിയാണ് വരാനിരിക്കുന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. ഇവിടെ RDX പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നന്ദി. ഗുഡ് നൈറ്റ്.